ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ അലൂർ റിപ്പോർട്ടിംഗ് അല്ലേ ചെയ്തുകൊണ്ടിരുന്നത് അരുൺ? കോൺഫിഗറേഷൻ ഫയലിന്റെ. ആ ഓക്കെ. അലൂർ നമുക്ക് ഒരൊറ്റ ടെസ്റ്റായിട്ട് മാത്രം റൺ ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നില്ല അല്ലേ? അതെ അതെ. അത് പിന്നെ മൊത്തം നോക്കിയായിരുന്നോ? ഇല്ല, അത് പിന്നെ നോക്കാൻ എനിക്ക് ടൈം ആ ഓക്കെ. കിട്ടിയില്ല. സെയിം കോഡ് തന്നെയാണ് നമ്മൾ യൂസ് ചെയ്ത് സെയിം കോഡ് തന്നെയാണ് ചെയ്യുന്നത്. ഓക്കെ ഒന്നും കൂടെ ഒന്ന് ട്രൈ ചെയ്ത് നോക്ക് സെയിം ആ കോഡ് വെച്ചിട്ട്. ഒന്ന് ഓക്കെ സ്ക്രീൻ ഷെയർ ചെയ്തിട്ട്. ശരി. അപ്പൊ ഒന്നും കൂടെ ഈ പറഞ്ഞ പോലെ റൺ ചെയ്തിട്ട് ആദ്യം ചെയ്യണം. തൊട്ട് ഏത് ടെസ്റ്റ് ആണോ ആ ടെസ്റ്റ് മാത്രം റൺ ചെയ്യിക്കുക, ബാക്കിയെല്ലാം സെയിം തന്നെയാണ്. മൊത്തം 18 തന്നെയാ വരുന്നത് അല്ലേ? നോക്കട്ടെ. ആക്ച്വലി ഇതിപ്പോ എനിക്ക് നോക്കാനുള്ള ടൈം കിട്ടിയിട്ടുണ്ടായിരുന്നല്ലോ. പിന്നെ കുഴപ്പമില്ല. ഇങ്ങനെ ഒന്ന് കൊടുത്ത് കമന്റ് എടുത്ത് npx പ്ലേറൈറ്റ് ടെസ്റ്റ് എന്നിട്ട് -g ഒരു റെഗുലർ എക്സ്പ്രഷൻ പോലെയാണ്. എന്നിട്ട് നമ്മുടെ ഏതെങ്കിലും ഒരു ടെസ്റ്റിന്റെ ടൈറ്റിൽ ഒന്ന് കൊടുത്ത്, ഏതെങ്കിലും ഒരു ടെസ്റ്റിന്റെ ടൈറ്റിൽ സിംഗിൾ കോഡ്സിനകത്ത് അല്ല ഡബിൾ കോഡ്സിനകത്ത് കൊടുത്ത് ടൈറ്റിൽ ഇല്ലേ നമ്മുടെ ടെസ്റ്റിന്റെ ഉള്ളിൽ ടൈറ്റിൽ കൊടുത്തിട്ടുണ്ടാവില്ലേ അത്, അതിൻ്റെ ടെസ്റ്റ് അതൊന്ന് കൊടുത്ത് അത്രയും മതി. ഇനി ഒന്ന് റൺ ചെയ്യാൻ കൊടുത്ത് അതെന്താണെന്ന് വെച്ചാൽ റെഗുലർ എക്സ്പ്രഷൻ പോലെയാ. ആ ഒരു ടെസ്റ്റ് ആ ഒരു ടൈറ്റിൽ മാച്ച് ആവുന്നത് മാത്രം റൺ ആവും. അത് 3 മാച്ച് ആവുന്നുണ്ടാവും. ഓക്കെ, രണ്ടാവട്ടെ എന്തായാലും. മൂന്നെണ്ണത്തിൽ ചിലപ്പോ സെയിം ടൈറ്റിൽ വന്നിട്ടുണ്ടാവും. മറ്റേ വേറെ ഒരെണ്ണം കൂടെ ചെയ്തല്ലോ, പേജ് ഒബ്ജക്റ്റും എല്ലാം ചെയ്തില്ലേ? പേജ് ഒബ്ജക്റ്റ്. എനിക്ക് തോന്നുന്നു അതും കൂടെ തോന്നുന്നു. ഞാൻ വേറെ അപ്പൊ ഒരെണ്ണം ഉള്ള ഒരു സിംഗിൾ ഒരെണ്ണം എടുത്തേ. അസേർഷൻസ് ഇതൊന്ന് റൺ ചെയ്ത് ടെസ്റ്റ്. ഇനി നമ്മൾ നേരത്തെ ചെയ്ത സെയിം ചെയ്ത് നോക്കി. ക്ലീൻ കൊടുത്തു റിപ്പോർട്ട്. ക്ലീൻ കൊടുത്തായിരുന്നു. ശ്രീജ്യോതിക്ക് കിട്ടിയായിരുന്നോ? ശ്രീജ്യോതി നോക്കിയായിരുന്നു ഒരെണ്ണം മാത്രമായിട്ട് റൺ ചെയ്യിപ്പിക്കാൻ. ഇല്ല, അത് കിട്ടിയില്ല. ഒരെണ്ണമായിട്ട് റൺ ആവുമെന്ന് തോന്നുന്നു. സെയിം കോഡ് ലൈൻ തന്നെ, ഈ കോഡിൽ തന്നെ റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞുകൊണ്ടിരിക്കണം. പിന്നെ നമ്മൾ ക്ലീൻ കൊടുത്തിട്ടുണ്ടായിരുന്നു.
ഈ ഒരു കോഡ് അടിച്ച് റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട്, അതായത് മുന്നേ ഉള്ള റിസൾട്ട്സിലുള്ള ഫയൽസ് എല്ലാം ഒന്ന് റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു കമാൻഡാ ആർ എം. അതല്ലടാ, ഞാൻ പറഞ്ഞുതരാം. ആർ.എം ആ ഫയൽ തന്നെയാണ് ഇൻവോക്ക് ആവുന്നത്. ആർ.എം, ആർ സ്പേസ് ഇല്ല, ആർ.എം എന്നിട്ട് ഒരു സ്പേസ് ഇട്ടിട്ട് -rf ആർ.എം. എം അടിച്ചിട്ടുണ്ടോ? ആദ്യം ആർ.എം, ആറ് കഴിഞ്ഞിട്ട് എന്നിട്ട് സ്പേസ് ഇട്ടിട്ട് rf അലൂർ സ്പേസ് ഇട്ടിട്ട് അലൂർ -റിസൾട്ട്സ്. ഇനി ഒന്ന് എൻ്റർ ചെയ്തേ ഇതിനകത്ത്. ഓക്കെ, ആർ.എഫ് ഓക്കെ, കുഴപ്പമില്ല, നോക്കാം ആർ.എഫ് സപ്പോർട്ട് ചെയ്യുന്നുണ്ടോ. കുഴപ്പമില്ല, വേറെ കമാൻഡ് നോക്കാം. ഇത് വെച്ചിട്ട് ഇപ്പൊ ഈ ഒരു എന്താണ് ഈ ഒരു കമാൻഡ് വെച്ചിട്ട് അത് മാറ്റം നന്നായി. അല്ലൂറിന്റെ ആണല്ലേ പറയുന്നത്? ആടാ, അലൂറിന്റെ മാത്രം. ഓക്കെ. അലൂറിൽ നമുക്ക് ഒറ്റ ഇത് മാത്രം വർക്ക് ചെയ്യാം. വർക്ക് ആവുന്നുണ്ട്, പക്ഷെ ഒരു ടെസ്റ്റ് മാത്രമേ റൺ ആവുന്നുള്ളൂ. പക്ഷെ റിപ്പോർട്ട് ജനറേറ്റ് ചെയ്യുമ്പോൾ എല്ലാം കൂടെ വരികയല്ലേ, അതുകൊണ്ട്. ഓക്കെ, ഇങ്ങനെ കൊടുത്തേടാ. റിമൂവ് ഐറ്റം, അതായത് ആർ ക്യാപിറ്റലില് റിമൂവ്, ഒരു ഹൈഫൺ ഇട്ടിട്ട് ഐറ്റം, ഐറ്റത്തിന്റെ ഐ ക്യാപിറ്റലില്, റിമൂവ് സ്പേസ് വേണ്ട, റിമൂവ് ഐറ്റവും തമ്മിൽ ഒരു ഹൈഫൺ മാത്രം, ഒരു ഐ ക്യാപിറ്റലില്, എന്നിട്ട് സ്പേസ് ഇട്ടിട്ട് അലൂർ -റിസൾട്ട്സ്, നമ്മുടെ ഫോൾഡർ നെയിം പറഞ്ഞിട്ട് ഒരു സ്പേസ് ഇട്ടിട്ട് -റിക്വസ്റ്റ്, RE ക്യാപിറ്റൽ ആണ്, റിക്വസ്റ്റ് അല്ല, R ക്യാപിറ്റലില്, RECURS റിക്വസ്റ്റ്, എന്നിട്ടൊരു സ്പേസ് SEയും കൂടെ കൊടുത്തു, ഇ റിക്വസ്റ്റ്, അതായത് അതൊറ്റ വേടാ റിക്വസ്റ്റ് എന്നുള്ളത്, സ്പേസ് -F ക്യാപിറ്റലില് ഫോഴ്സ്, ORS ഫോഴ്സ് അല്ല, ORCE ഫോഴ്സ്. ഇനി ഒന്ന് നോക്കിയേ, ഈ കമന്റ് വർക്ക് ആവുന്നുണ്ടോ നോക്കിയേ. പ്രത്യേകിച്ചൊന്നും നടന്നില്ല, പക്ഷെ എറർ ഒന്നുമില്ല. റിമൂവ് ആയോ ഇല്ലെന്ന് അറിയില്ല, കുഴപ്പമില്ല. ഇനി വീണ്ടും നമ്മൾ ആ സിംഗിൾ ടെസ്റ്റ് റൺ ചെയ്യിക്കാൻ യൂസ് ചെയ്ത സിംഗിൾ ടെസ്റ്റ് റൺ ചെയ്യിപ്പിക്കാം, നോക്കാം നമുക്ക്. ഇതല്ലേ അതെ, സിംഗിൾ ടെസ്റ്റ് റൺ ചെയ്യിപ്പിക്കാം. അത് കഴിഞ്ഞിട്ട് ക്ലീൻ ഇത് റൺ ആവട്ടെ. അത് വേറെ വേർഷൻ അവൈലബിൾ ആണെന്ന് പറയുന്നല്ലേ, കുഴപ്പമില്ല. ഇനി ഇതിന് റിസൾട്ട് ക്ലീൻ. ഓക്കെ, ഇതല്ല, ഇതിന് മുന്നേ ഒരു ഇത് കൊടുത്തിട്ടുണ്ടായിരുന്നില്ലേ, അലൂർ ജനറേറ്റ്. ഓക്കെ, ഇതല്ലേ അലൂർ ജനറേറ്റ്. അലൂർ ജനറേറ്റ്. ഓക്കെ, ഇത് തന്നെ -ഹൈഫൺ ക്ലീൻ. ഓക്കെ, ഇനി ഓപ്പൺ ചെയ്തേ. ഇപ്പൊ 0 ടെസ്റ്റേഴ്സ് ആയി. ഓക്കെ, അതായത് അതിനകത്തുള്ള എല്ലാം പോയി, ഡിലീറ്റ് ആക്കി. ഓക്കെ, അലൂറിന്റെയും വന്നില്ല. ഒന്നും കൂടെ ഒന്ന് ടെസ്റ്റ് റൺ ചെയ്തേ. ഇനി ക്ലീൻ കൊടുക്കും. അത് തന്നെ, അതായത് ജനറേറ്റ് ആണോ അതോ ഇതാണോ? അതുകൊണ്ട് ഒന്നും കൂടെ ചെയ്ത് അസേഷൻ തൊട്ട് ക്ലീൻ കൊടുക്കണ്ട, രണ്ടാമത് കൊടുക്കും. ഇനി കൊടുക്കും. പക്ഷെ ഇവിടെ ഒന്ന് പറയുന്നത് ക്ലീൻ ഓൾറെഡി ഇൻ യൂസ്. ഓക്കെ, അപ്പൊ അത് കൊടുത്തേക്കണം. -ഹൈഫൺ ക്ലീൻ. does not exist.
0. ഈ കോഡ് ഒന്ന് കോപ്പി ചെയ്ത് ബ്രൗസ് ചെയ്ത് നോക്കിയാടാ. ഇപ്പൊ നമ്മൾ ചെയ്ത എല്ലാ ഇതും സിംഗിൾ കമാൻഡ് കൊടുത്തത് തൊട്ട് അതൊന്ന് ബ്രൗസ് ചെയ്ത് നോക്കിയാൽ എന്താ ഇഷ്യൂ എന്ന് നോക്കാം. നമുക്ക് 0 ടെസ്റ്റ് അല്ലേ വന്നത്, അതും കൂടെ ഒന്ന് പറഞ്ഞു നോക്ക്. 0 ടെസ്റ്റ് ആണ് വന്നത്. നോക്കാം നമുക്ക്. നോട്ട് കോൺഫിഗേർഡ് ആണ്. ഓക്കെ, അത് മൊത്തത്തിൽ കളഞ്ഞോ? അപ്പോ ഇപ്പൊ ഇൻസ്റ്റാൾ ചെയ്യാനാണല്ലോ പറയുന്നത്. നമ്മൾ ആ റിപ്പോർട്ട് ഫോൾഡറിനെ റിമൂവ് ചെയ്തു, ഫോഴ്സ് ആയിട്ട് റിമൂവ് ചെയ്തു. പക്ഷെ അതിനകത്തുള്ള ഫയൽസിനെയാണ് നമ്മൾ റിമൂവ് ചെയ്യാറ്. ഇനിയിപ്പോ ഇത് മൊത്തം കളയാനുള്ള കമന്റ് ആണോ തന്നെ? ഇവിടെ ആക്ച്വലി അലൂർ ടെസ്റ്റ് എന്നും പറഞ്ഞിട്ടൊരു ഫോൾഡർ ഉണ്ടായിരുന്നില്ലേ? ആ ഫോൾഡർ പോയല്ലോ. അപ്പൊ 2 ഫോൾഡർ ഉണ്ടായിരുന്നില്ലേ അലൂറിന്റെ? റിപ്പോർട്ടും ടെസ്റ്റും ഒന്നുകൂടെ ഇൻസ്റ്റാൾ ചെയ്ത് വേർഷൻ ചെക്ക് ചെയ്ത് നോക്കി. അലൂറിന്റെ വേർഷൻ എങ്ങനെ ചെക്ക് ചെയ്യാൻ നോക്കട്ടെ. അലൂർ ഉണ്ട് ഓൾറെഡി. പക്ഷെ എനിക്ക് തോന്നുന്നു ആ ഫോൾഡർ വെച്ചിട്ടൊന്ന് ഇത് ചെയ്ത്. അല്ല, അത് കിട്ടി, വേർഷൻ കിട്ടി. എനിക്ക് തോന്നുന്നു ഈ ഫോൾഡർ നമ്മൾ ഫോഴ്സ് ചെയ്ത് ഡിലീറ്റ് ചെയ്തില്ല. അപ്പൊ ഇവിടെ ആയിരിക്കും അത് നോക്കുന്നത് ആക്ച്വലി. അപ്പൊ ഒന്നും കൂടെ ഇൻസ്റ്റാൾ ചെയ്ത് -G വെച്ച് ഇൻസ്റ്റാൾ ചെയ്താൽ മതി. നമുക്ക് ഡി വെച്ചിട്ട് കഴിഞ്ഞ പ്രാവശ്യം എന്തോ ഇഷ്യൂ വന്നില്ല. ഗ്ലോബലി ഇൻസ്റ്റാൾ ചെയ്താൽ മതി. ഇതിനകത്ത് വന്നോടാ അലൂർ ടെസ്റ്റ് റിസൾട്ട്. ഇത് വന്നില്ല. ഒറ്റന്നെ വന്നു. എക്സ്പാൻഡ് ചെയ്ത് നോക്കി അലൂർ റിപ്പോർട്ടിന്. അല്ല, ബാക്കി സ്റ്റെപ്പ് എന്താ പറയണെന്ന്. ഓപ്പൺ കോൺഫിഗ് ആൻഡ് അപ്ഡേറ്റ് റിപ്പോർട്ടിനകത്ത് നമ്മൾ HTML എന്ന് പറഞ്ഞു കൊടുത്ത പോലെ പറഞ്ഞു കൊടുക്കാനാ പറയുന്നത്. നമ്മള് റിപ്പോർട്ട് ഇപ്പൊ HTML മാത്രല്ലേ പറഞ്ഞു കൊടുത്തിട്ടുള്ളൂ. അല്ലൂർ പ്ലേ റൈറ്റ് അതും കൂടെ പറഞ്ഞു കൊടുക്കാൻ വേണ്ടിട്ടാ. ഓക്കെ, ലിസ്റ്റ്. അത് ആ HTML അതിന്റെ കൂടെ ആഡ് ചെയ്തിട്ടേക്ക്. ഓൾറെഡി നമ്മുടെ കോൺഫിഗ് ഫയലിനകത്ത് റിപ്പോർട്ട് HTML ആയിട്ട് കിടക്കുന്നുണ്ടാവും. റിപ്പോർട്ട് HTML അത് കോമ ഇട്ടിട്ട് അതേ ഫോർമാറ്റിൽ കൊടുക്കണം. ഓക്കെ, അതുപോലെ അതിനകത്ത് നമ്മുടെ HTML കൂടെ ആഡ് ചെയ്താൽ മതി. കോമ HTML കോമ ഇട്ട് ഓക്കെ. ഇനി നെക്സ്റ്റ് സ്റ്റെപ്പ്. പിന്നെ ഇത് റൺ ചെയ്യാനാ പറയണേ. npm install സെർച്ച് ചെയ്യല്ലേ നമ്മളുടെ കോഡ്. എന്തോ വേറെ കാണിച്ചല്ലോ. ഓക്കെ, ഫസ്റ്റ് ഇങ്ങനെ നേരത്തെ കാണിക്കാറുണ്ടായിരുന്നു ഈ ടിക്ക് മാർക്ക്. ടെസ്റ്റ് പാസ്ഡ്. ഓക്കെ, ഇത് കാണിക്കുമായിരുന്നു. ഇങ്ങനെ ഉണ്ടായിരുന്നല്ലേ ടിക്ക് ഉണ്ടായിരുന്നു? കാണിക്കായിരുന്നില്ലേ? ഇല്ല, ഇല്ലായിരുന്നോ? പുതുതായിട്ടാ കാണുന്നത്. ഇത് ആദ്യമായിട്ടാ കാണുന്നത്. അലൂറിന്റെ ആയിരിക്കും. നോക്കട്ടെ. After this you must see allure results slash. അതിനകത്ത് ഇത് തന്നെ ജനറേറ്റ് ചെയ്യുക. സെയിം കോഡ്. ഓക്കെ, റിപ്പോർട്ട് ജനറേറ്റഡ്. ഇനി വീണ്ടും allure ഓപ്പൺ ചെയ്യും.
ഓക്കെ, അവരെന്തോ ബിഫോർ റണ്ണിങ് പറയുന്നുണ്ടല്ലോ. ബിഫോർ റണ്ണിങ് അലോ ജനറേറ്റ് പ്ലീസ് ചെക്ക് അലു റിസൾട്ട്സ് ഉണ്ടോ എന്ന് നോക്കാൻ. റിസൾട്ട്സ് ഉണ്ടോ? ഇപ്പൊ ആ ഫോൾഡർ ക്രിയേറ്റ് ആയി. അലോ റിപ്പോർട്ട്, അലോ റിസൾട്ട്സ്. ഓക്കെ, ഓക്കെ, അപ്പൊ ഇനി അത് ഓക്കെ. ഈ ഫോൾഡറാണ് നമ്മൾ നേരത്തെ ഡിലീറ്റ് ആ ചെയ്തത്. ഓക്കെ, ഇപ്പൊ ആ ഇനി ടെസ്റ്റ്. ഒരു കാര്യം ചെയ്യും. ഇപ്പൊ ഒരെണ്ണം വർക്കായല്ലോ, ഇനി എല്ലാ ടെസ്റ്റ് ഇതുപോലെ വർക്ക്, കാരണം ഇതിനകത്ത് ഒരു പ്രാവശ്യം വർക്കായി കഴിഞ്ഞാൽ അത് മാത്രമേ വർക്കാവുന്നുള്ളൂ. അതായിരുന്നു ഇഷ്യൂ. എല്ലാ ടെസ്റ്റും വർക്ക് ചെയ്യിക്കുക നമുക്ക്, അല്ലെങ്കിൽ മറ്റേ ലോഗിന്റെ കൊടുത്താലും മതി. അതിനകത്താണിപ്പോ 3 ടെസ്റ്റ് ഉണ്ടല്ലോ. വേറെ ഒരെണ്ണം അല്ല, എൻ ടു എൻഡ് അല്ലാതെ വേറെ ഏതെങ്കിലും ഏതെങ്കിലും കൊടുത്തോ. അതിനകത്ത് 3 ഉണ്ട്. എൻ ടു എൻഡ് കൊടുത്താലും കുഴപ്പമില്ല, കാരണം റിപ്പോർട്ട് ചേഞ്ച് ആവുന്നുണ്ടോ ഇല്ലയെന്ന് അറിയാൻ വേണ്ടിട്ടാ. ഓക്കെ, അപ്പൊ എൻ ടു എൻഡ് കൊടുത്താലും മതി, അല്ലെങ്കിൽ മൊത്തം ഗ്ലോബൽ എല്ലാം റൺ ചെയ്യിപ്പിച്ചാലും കുഴപ്പമില്ല. പറഞ്ഞു കൊടുക്കാതെ അല്ലടാ, ഫയൽ നെയിം അല്ലല്ലോ, ടൈറ്റിൽ നെയിം അല്ലേ പറഞ്ഞു കൊടുക്കണേ. ശരിയാണ്. എൻ ടു എൻഡ് ടെസ്റ്റ് ഇതിനകത്ത് 3 ഉണ്ടായിരുന്നു. ഇതിനകത്ത് എന്താ എറർ? അയ്യോ, ഞാനത് റെഗുലർ എക്സ്പ്രഷൻ. ഓക്കെ, 3 ടെസ്റ്റ് റണ്ണിങ്, എൻ ടു എൻഡ് ടെസ്റ്റ്. ഇനി അടുത്ത കമാൻഡ്സ് അടിച്ചു കൊടുത്തേടാ. ക്ലീൻ ക്ലീൻ തന്നെയല്ലേ? ക്ലീൻ തന്നെ. ക്ലീൻ തന്നെയാണ്. റിപ്പോർട്ട് ജനറേറ്റ് സക്സസ്ഫുള്ളി. അലോ ഓപ്പൺ 1 തന്നെയാണോ അല്ല. ഓക്കെ, ഇപ്പൊ 4 ആയി. മറ്റേ 3 ഇൻക്ലൂഡ് ആയി തോന്നുന്നു. അതായത് ഇതിനകത്ത് ഏതൊക്കെയാ റൺ ആയിക്കണം? അസേഷനും റൺ ആയിട്ടുണ്ട്, കണ്ടോ? അതും എൻ ടു എൻഡിന്റെ 2ഉം പിന്നെ എൻ ടു എൻഡ് അല്ലാതെ. സോ ഓൾറെഡി അത് മാറുന്നില്ല, ക്ലീൻ ആയി ആഡ് ആയിക്കൊണ്ടിരിക്കുക. അതിനാണ് നമ്മൾ ഈ ക്ലീൻ കമാൻഡ് കൊടുക്കുന്നത്. ഓൾറെഡി ഉള്ളതിനെ ക്ലീൻ ചെയ്യാൻ വേണ്ടി നമ്മൾ ഈ ക്ലീൻ കമാൻഡ് കൊടുക്കുന്നത്. അതെന്താ അപ്പൊ ക്ലീൻ വർക്ക് ആവാത്തെന്ന് നോക്കാം നമുക്ക്. നോക്കട്ടെ. കിട്ടിയോ? ഇല്ല, എനിക്ക് ആക്ച്വലി മനസ്സിലായില്ല. മൊത്തത്തിലൊന്നും കൂടെ പറഞ്ഞുതരാം. അതിനകത്ത് ഇതുവരെ ചെയ്തത് നമുക്ക് നമ്മൾ ആദ്യം ചെയ്തപ്പോൾ സിംഗിൾ ടെസ്റ്റ് പറഞ്ഞു കൊടുക്കാതെ എല്ലാ ടെസ്റ്റും കൂടെ അല്ലേ പറഞ്ഞു കൊടുത്തേ. അപ്പൊ 80 ടെസ്റ്റ് റൺ എന്ന് പറഞ്ഞിട്ട് അരോണിന് കാണിച്ചായിരുന്നു. നമ്മളുടെ കയ്യിൽ എത്ര ടെസ്റ്റ് ഉണ്ടോ അത്രയും ടെസ്റ്റ് കിട്ടി. പിന്നെ നമ്മൾ സിംഗിൾ ടെസ്റ്റ് കൊടുക്കാൻ നോക്കിയപ്പോ അത് വന്നിട്ടുണ്ടായിരുന്നില്ലല്ലോ. അപ്പൊ അതിന് വേണ്ടിട്ട് ഇപ്പൊ നമ്മൾ എന്ത് ചെയ്ത്, നമ്മുടെ കോൺഫിഗ് ഫയലിനകത്ത് ഒന്ന് ചേഞ്ച് വരുത്തി. കോൺഫിഗ് ഫയലിനകത്ത് അലോ റിപ്പോർട്ട് സെപ്പറേറ്റ് പറഞ്ഞു കൊടുത്തു. ഇതേപോലെ അതൊന്ന് കോഡ് ഷെയർ ചെയ്ത് കൊടുത്തേടാ, റിപ്പോർട്ടറിന്റെ മാത്രം. നേരത്തെ മറ്റേ നമ്മുടെ HTML മാത്രമേ അതിനകത്തുണ്ടായിരുന്നുള്ളൂ. ഇപ്പൊ അതിനകത്ത് ഈ 2 എണ്ണം കൂടെ നമ്മൾ ആഡ് ചെയ്തു, അലോ റിപ്പോർട്ട് ആഡ് ചെയ്തു. പിന്നെ നമ്മൾ എന്താ ചെയ്തതെന്ന് വെച്ചാൽ റൺ ചെയ്യുമ്പോൾ ഇങ്ങനെ ആ ഒരു ഏതെങ്കിലും ഒരു ടെസ്റ്റിന്റെ ടൈറ്റിൽ മാത്രമാണ് പറഞ്ഞു കൊടുത്തേക്കുന്നത്. ഇതെന്ന് വെച്ചാൽ റെഗുലർ എക്സ്പ്രഷനാ. ആ ടൈറ്റിലുമായിട്ട് മാച്ച് ആവുന്ന എന്തൊക്കെ ഉണ്ട്, എൻഡ് ടു എൻഡ് ടെസ്റ്റ് കഴിഞ്ഞിട്ട് ബാക്കിലോ ഫ്രണ്ടിലോ എന്തുകൊണ്ടോന്നൊന്നും നോക്കില്ല. ഈ എൻഡ് ടു എൻഡ് ടെസ്റ്റ് മാച്ച് ആവുന്ന എല്ലാ ടൈറ്റിലും എന്താവും, റൺ ആവും. അങ്ങനെ നോക്കിയപ്പോ ആരോണിന് 3 ടെസ്റ്റസ് ഉണ്ടായിരുന്നു. ആ 3 ടെസ്റ്റ് റണ്ണായി, അതിന്റെ റിപ്പോർട്ട് കിട്ടി. പക്ഷെ ഓൾറെഡി നമ്മുടെ റിസൾട്ട്സിനകത്ത് ഉണ്ടായിരുന്ന ആദ്യം ടെസ്റ്റ് ചെയ്ത ഒരെണ്ണം കൂടെ ആഡ് ചെയ്തിട്ട് 4 എണ്ണമായിട്ടാ വന്നത്. അപ്പൊ അതുകൊണ്ട് അത് നോക്കുക, അതെന്താണ് 4 എണ്ണം ക്ലീൻ ആയി പോയിണ്ടായിരുന്നില്ല. നമ്മൾ ഹൈഫൺ ക്ലീൻ എന്ന് പറഞ്ഞിട്ടൊരു കമാൻഡ് കൊടുത്തിട്ടുണ്ടായിരുന്നില്ലേ. റിസൾട്ട് ജനറേറ്റ് ചെയ്യണം, ജനറേറ്റ് ചെയ്തിട്ട് അതിനകത്ത് ഓൾറെഡി ഉള്ളതിനെ ക്ലീൻ ചെയ്യാനും കൂടെ നമ്മളൊരു കമാൻഡ് ചെയ്ത് അലൂർ ജനറേറ്റ്
അലൂർ റിസൾട്ട്, അലൂർ റിപ്പോർട്ട് __ ക്ലീൻ. പക്ഷെ അത് ക്ലീൻ ആവുന്നില്ല. അത് എന്തുകൊണ്ടാണെന്ന് നോക്കണം. ഇത് ചെയ്ത് നോക്കി ഇത്രയും, എന്നിട്ട് കിട്ടിയില്ലെങ്കിൽ സ്ക്രീൻ ഷെയർ ചെയ്ത് ഞാൻ ഹെൽപ്പ് ചെയ്യാം. ഓക്കെ. ആ കമാൻഡ്സും കൂടെ ഒന്ന് ഇട്ടേക്കാവോ? ആ റിസൾട്ടിനെ ക്ലീൻ ചെയ്തു. ഇത് ക്ലീൻ എന്ന് പറഞ്ഞ റിപ്പോർട്ടിനെയാണ് ക്ലീൻ ക്ലീൻ ചെയ്യുന്നത്, ചെയ്യുന്നത്, റിസൾട്ടിനെ ക്ലീൻ റിസൾട്ടിനെ ക്ലീൻ ചെയ്യുന്നത്. ചെയ്തില്ല. പക്ഷെ നമ്മൾ ഈ താഴെ നമുക്ക് റെക്കമെൻഡ് ചെയ്തേക്കുന്ന സെയിം കോഡ് നമ്മൾ അടിച്ചപ്പോൾ നമുക്ക് മൊത്തത്തിൽ പോയായിരുന്നു. മൊത്തത്തിൽ കളഞ്ഞ് അങ്ങനെയാണ് പറയാറ് എന്തൊന്ന് റെക്കമെൻഡ് ചെയ്യണേ. മേ ബി ഇങ്ങനെ തന്നെ ആയിരിക്കാം റെക്കമെൻഡ്. റിസൾട്ട് ആദ്യം അത് റിസൾട്ടിനെ കൂടെ ഡിലീറ്റ് ചെയ്യണം. എന്നിട്ട് വീണ്ടും ഇൻസ്റ്റാൾ ചെയ്ത് ചെയ്യണം. അത് ടാസ്ക് അല്ലേ? എനിക്ക് അങ്ങനെ ആഡ് ചെയ്ത് ഇപ്പൊ ഇതിനകത്തുള്ള എല്ലാ ടെസ്റ്റിന്റെ റിപ്പോർട്ട് നമുക്ക് ജനറേറ്റ് ആയി വരും. ഇങ്ങനെയായിരിക്കും മേ ബി. അതായത് ഓൾറെഡി നമ്മൾ ടെസ്റ്റ് ചെയ്യുന്ന എല്ലാത്തിന്റെ റിപ്പോർട്ടും അതിനകത്ത് സ്റ്റോർ ആവും. എന്നിട്ട് നമ്മുടെ റിപ്പോർട്ട് എടുത്താൽ റിപ്പോർട്ട് എടുത്ത് ഓക്കെ, അതിനകത്ത് നമുക്ക് എല്ലാ ടെസ്റ്റും ഇപ്പോൾ എൻഡ് ടു എൻഡ് ആണെങ്കിൽ അതിനെ ക്ലിക്ക് ചെയ്തിട്ട് അതിന്റെ ഡീറ്റെയിൽസ് നോക്കാം. അസേഷൻ ആണെങ്കിൽ അതിനെ ക്ലിക്ക് അതിന്റെ ചെയ്തിട്ട് ഡീറ്റെയിൽസ് അതിന്റെ അവരതാണ് പറയണത്. ആക്ച്വലി വെൻ യു ആഡ് ടെസ്റ്റ് റൺ ഓൾഡ് പ്ലസ് ന്യൂ റിസൾട്ട് ആയിരിക്കും അതിനകത്ത് എക്സിസ്റ്റ് ആവുന്നത്. അതിനെ എക്സിസ്റ്റ് ആയിക്കൊണ്ടിരിക്കും. നമുക്ക് ആവശ്യമുള്ളത് ഏതാന്ന് വെച്ചാൽ അതങ്ങ് എടുത്താൽ മതി. സോ എനിക്ക് തോന്നുന്നു ഇങ്ങനെയാണ് അതിന്റെ ശരിക്കുള്ള ബിഹേവിയർ. ഇതിങ്ങനെയാണ് ആഡ് ചെയ്ത് വരും. നമ്മൾ എല്ലാ റിസൾട്ടും അതിനകത്ത് ഉണ്ടാവും. നമ്മുടെ HTML ആണെങ്കിൽ ആ റിസൾട്ട് പോയിട്ടുണ്ടാവുമല്ലോ. ഓരോന്നിനും സെപ്പറേറ്റ് അല്ലേ. ഇതിങ്ങനെ ആഡ് ചെയ്ത് ഓൾഡും ശ്രീജ്യോതിക്ക് കിട്ടിയില്ലെങ്കിൽ സ്ക്രീൻ ഷെയർ ചെയ്യാം, പറഞ്ഞുതരാം. എന്തായി? സിംഗിൾ ടെസ്റ്റ് റൺ ചെയ്തോ ആദ്യം? സിംഗിൾ ടെസ്റ്റ് റൺ ചെയ്തു. അത് പാസ്സായി. ഓക്കെ, പാസ്സായതിനു ശേഷമുള്ള കമന്റ് അടിച്ച്, അതായത് ക്ലീൻ ചെയ്തു, അത് കഴിഞ്ഞിട്ട് ഓപ്പൺ ചെയ്തു. ഓക്കെ, 80 ടെസ്റ്റ് കേസ്. ഇപ്പോഴും 80 തന്നെയാണോ വരണേ? അതായത് ഒരെണ്ണമായിട്ട് റൺ ആയില്ല. ഇല്ല. ഓക്കെ, ഇതിന്റെ ഒരു കൺസെപ്റ്റാണ് നമ്മളിപ്പോ പറഞ്ഞത്. അലൂർ ഇങ്ങനെ വർക്ക് ആവുന്നതെന്നാ പറഞ്ഞത് നമ്മൾ സെർച്ച് ചെയ്ത് നോക്കിയപ്പോ. അതായത് ഓൾറെഡി ഉള്ള, അതായത് പുതിയ ടെസ്റ്റ് നമ്മൾ ആദ്യം തന്നെ 18 ടെസ്റ്റ് കേസും റൺ ചെയ്യിപ്പിച്ചുല്ലോ. അതിനകത്ത് 18 എണ്ണം ഉണ്ട്. ആ 18 എണ്ണം നമ്മൾ റൺ ചെയ്യിപ്പിച്ചു. ഇനി പുതിയത് എന്തെങ്കിലും ഉണ്ടെങ്കിൽ എന്താവുക, ഈ 18ന്റെ കൂടെ ആഡ് ചെയ്ത് വരിക. നമ്മളിത് ഈ 18 എണ്ണം കളഞ്ഞിട്ട് ഒരെണ്ണമാക്കി ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്തത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ റിസൾട്ട് ഫോൾഡറിനെ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞു. ഡിലീറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ അലൂർ വർക്ക് ആവുന്നുണ്ടായിരുന്നില്ല. എന്നിട്ട് വീണ്ടും നമ്മൾ എന്താ ചെയ്തത്, അലൂർ ഇൻസ്റ്റാൾ ചെയ്തേ. അപ്പൊ നമുക്ക് ഇനിയിപ്പോ അതിന്റെ ആവശ്യമില്ല. ഇതിന്റെ ഫോർമാറ്റ് ഇങ്ങനെ തന്നെയാ. അതായത് ഒരു ഡിലീറ്റ് ചെയ്തിട്ടില്ലല്ലോ ശ്രീജോലി, അതൊന്നും വീണ്ടും ഡിലീറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. ഇത് ഓൾറെഡി ഉള്ള ടെസ്റ്റ് ഫയലിന്റെ കൂടെ എന്ത് വരും, പുതിയ ടെസ്റ്റ് ഫയലും കൂടെ ആഡ് ചെയ്ത് പോകും. ഇനിയിപ്പോ എനിക്ക് പുതിയൊരു ടെസ്റ്റ് ഫയൽ, ഇനി നമ്മൾ പുതിയ ടെസ്റ്റ് ക്രിയേറ്റ് ചെയ്യാന്ന് വിചാരിക്കുക. ആ ടെസ്റ്റ് എനിക്ക് എന്ത് ചെയ്യണം, അലൂറിൽ റിപ്പോർട്ട് കാണണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഇതുപോലെ നമുക്ക് ടൈറ്റിൽ മാത്രം കൊടുത്തിട്ട് അലൂർ റിപ്പോർട്ട് റൺ ചെയ്യിപ്പിക്കാം. അപ്പൊ എന്താവും, 90 ടെസ്റ്റ് ആവും. അതിനകത്ത് മുന്നേ ഉണ്ടായിരുന്ന 18 എണ്ണം അതിനകത്ത് തന്നെ കിടക്കുന്നുണ്ടാവും. പ്ലസ് നമ്മൾ ഇപ്പൊ ചെയ്ത ഒരു ടെസ്റ്റും കൂടെ കാണും. എന്നിട്ട് നമ്മുടെ റിപ്പോർട്ട് എടുത്തേ, റിപ്പോർട്ടിനകത്തുനിന്ന് നമുക്ക് ആവശ്യമുള്ളത് ഏതൊക്കെയാണോ ആ ടെസ്റ്റ് ഓരോന്ന് സെലക്ട് ചെയ്തിട്ട് അതിന്റെ റിപ്പോർട്ട് നമ്മൾ സേവ് ചെയ്യാം. ഇതിപ്പോ എല്ലാ ഇതിന്റെയും ഇതാ കണ്ടേക്കുന്നത്. ഇപ്പൊ ഇതിന്റെ പേജ് ലോഞ്ച് ഉണ്ട്, എൻഡ് ടു എൻഡ് ഉണ്ട്. ഇതിനകത്ത് ഏതാണോ ആവശ്യം അത് ക്ലിക്ക് ചെയ്യാം. ഓക്കെ,
അപ്പൊ അതിന്റെ ഡീറ്റെയിൽസ് ആണ് ഈ കാണുന്നത്. ഓക്കെ. ഓക്കെ, ഇതിനെ അല്ലാതെ ഡിലീറ്റ് ചെയ്തിട്ട് അങ്ങനെ വരാൻ അപ്പൊ അത് ഇതില്ല. മൊത്തത്തിൽ ഡിലീറ്റ് ആയി പോവാ ചെയ്ത്. ഒരെണ്ണം മാത്രം വേണമെങ്കിൽ ഇങ്ങനെ ചെയ്യാം. നമുക്ക് എന്ത് ചെയ്യാം, ഫോഴ്സ്ഫുള്ളി അലൂർ റിസൾട്ടിനെ റിമൂവ് ചെയ്യിപ്പിക്കാം. നമ്മൾ അങ്ങനെ ഒരു കമാൻഡ് അടിച്ചായിരുന്നു. ആരോൺ അത് ചെയ്ത് നോക്കിയപ്പം ആ റിസൾട്ട് ഫുള്ളായിട്ട്, ഞാൻ ഉദ്ദേശിച്ചത് ആ റിസൾട്ടിനകത്തുള്ള ഐറ്റംസ് ക്ലീൻ ചെയ്യാനാവും അത് യൂസ് ചെയ്ത്. പക്ഷെ ആ റിസൾട്ട് ഫോൾഡർ മൊത്തത്തിൽ പോയി. മൊത്തത്തിൽ പോയപ്പോ എന്നിട്ട് വീണ്ടും ആരോൺ എന്ത് ചെയ്തു, വീണ്ടും അത് റീഇൻസ്റ്റാൾ ചെയ്യുക ചെയ്തത്. അപ്പൊ അതിന്റെ ആവശ്യമില്ലല്ലോ. നമുക്ക് ഒരു പ്രാവശ്യം ഇൻസ്റ്റാൾ ചെയ്തിട്ട് നമുക്ക് ഒരു പ്രാവശ്യം ടെസ്റ്റ് റൺ ചെയ്യിപ്പിച്ചിട്ട് പിന്നെ അടുത്ത ടെസ്റ്റ് വേണമെങ്കിൽ, അതായത് HTML എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ പ്രാവശ്യവും സെപ്പറേറ്റ് റിപ്പോർട്ടാണ്. ആ റിപ്പോർട്ട് പിന്നെ പോവും അല്ലേ? പക്ഷെ അലൂ റിപ്പോർട്ടിനകത്ത് നമ്മൾ ഇതുവരെ ടെസ്റ്റ് ചെയ്ത എല്ലാ റിസൾട്ടും എന്താണ് കാണാൻ പറ്റും. എല്ലാത്തിന്റെയും ഒരു ടെസ്റ്റിന്റെയും റിപ്പോർട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കാണാൻ പറ്റും. ഓക്കെ. അതാണ്. ഇതിപ്പോ ഞാൻ ഡിലീറ്റ് ചെയ്ത് കളയുകയാണെങ്കിൽ വീണ്ടും ഇൻസ്റ്റാൾ ചെയ്യണം. ഇൻസ്റ്റാൾ ചെയ്യണം. ഓക്കെ, അതായത് ഈ അതായത് കമാൻഡ്സ് തൊട്ട് ചെയ്യണം അല്ലേ? ആ, ഈ ഇൻസ്റ്റാൾ. അതെ. ഓക്കെ, ഇത് ചെയ്യാ. എന്നിട്ട് പിന്നെ നമ്മൾ ഇത്രയും ചെയ്താൽ മതിയായിരിക്കോ? ലൈക്ക് ഏതാണ്? ഒരു ടെസ്റ്റ് മാത്രം റൺ ചെയ്യണ്ട. ഒരു ടെസ്റ്റ് മാത്രം റൺ ചെയ്യണമെങ്കിൽ ആ ടെസ്റ്റിന്റെ പേര് പറഞ്ഞു കൊടുക്കുക. അപ്പൊ അത് റണ്ണാവും, അതിന്റെ റിപ്പോർട്ട് കിട്ടും. എന്നിട്ട് അടുത്ത ടെസ്റ്റ് റൺ ചെയ്യണമെങ്കിൽ അതുപോലെ അതിന്റെ പേര് പറഞ്ഞു കൊടുക്കുക. അപ്പൊ അത് റണ്ണാവും. അതുപോലെ എനിക്കിപ്പോ ഇതിനകത്തുള്ള എല്ലാ ടെസ്റ്റ് റൺ ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യുക, ഫയൽ നെയിം പറഞ്ഞു കൊടുക്കാതെ ഡയറക്റ്റ് ആയിട്ട് തന്നെ റൺ ചെയ്യിപ്പിക്കാം. നമുക്ക് ഈ രീതിയിൽ തന്നെ ഫയൽ നെയിം പറഞ്ഞു കൊടുത്തും റൺ ചെയ്യിപ്പിക്കാം. നമ്മൾ ആ രീതിയിൽ വർക്ക് ആവാതെ വന്നപ്പോഴാണ് ജസ്റ്റ് റെഗുലർ എക്സ്പ്രഷൻ കൊടുത്തിട്ട് -G. ഈ റെഗുലർ എക്സ്പ്രഷൻ എന്ന് പറഞ്ഞപ്പോഴാണ് നമുക്ക് ഇനി സ്ക്രിപ്റ്റ് ടാഗ് ഒക്കെ ഉണ്ട്. ഈ അലൂർ റിപ്പോർട്ട് ഓക്കെ ആണോ? ഓക്കെ ആണോടാ? ഒരു മിനിറ്റ്. ഓക്കെ, ഇനി നമുക്ക് എന്താ ചെയ്യാന്നറിയോ? ഇപ്പൊ നമ്മൾ ഓരോ സ്ക്രിപ്റ്റും നമ്മൾ ഓർത്ത് വെച്ചല്ലേ റൺ ചെയ്തുകൊണ്ടിരിക്കണം. അതിന് വേണ്ടി ടാഗ് നോക്കാം. നമുക്ക് ഇപ്പൊ നമ്മൾ റെഗുലർ എക്സ്പ്രഷൻ വെച്ച് റൺ ചെയ്യാൻ നോക്കിയില്ലേ, അതുപോലെ നമുക്ക് ഓരോ ടെസ്റ്റിനും ഓരോ ടാഗ് ഇട്ട് കൊടുത്തിട്ട് ആ ടാഗുള്ള എന്ത് മാത്രം റൺ ചെയ്യിപ്പിക്കാം, ടെസ്റ്റ് മാത്രം റൺ ചെയ്യിപ്പിക്കാം. അതെങ്ങനെയാന്ന് വെച്ചാൽ ഇപ്പൊ ഏതെങ്കിലും ഒരു ടെസ്റ്റ് എടുത്തേ. നമ്മളിതെല്ലാം ഒരു നമ്മുടെ ഇ-കൊമേഴ്സ് സൈറ്റ് ആണെങ്കിൽ അതെന്താ ഒരു വെബ്സൈറ്റിന് എന്താണ് ടെസ്റ്റ് ചെയ്യണതല്ലേ. അപ്പൊ നമുക്ക് ഓരോന്നിനും ഓരോ ടാഗ് വെച്ച് കൊടുക്കാം. അതെങ്ങനെ കൊടുക്കാന്ന് വെച്ചാൽ, അപ്പം ഓക്കെ, ചൈൽഡ് വിൻഡോ ഹാൻഡിലിംഗ് എന്ന് പറഞ്ഞ ടെസ്റ്റാണ് ശ്രീജ്യോതി എടുത്തേക്കുന്നത്. അപ്പോൾ ഈ ടെസ്റ്റിന്റെ ടൈറ്റിലിന്റെ ഫ്രണ്ടില് ഒരു ടാഗ് നെയിം കൊടുക്കാം. ടാഗ് നെയിം നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ കൊടുക്കാം. ഇപ്പൊ ഞാൻ ഇതിന് @web എന്ന് പറഞ്ഞൊരു ടാഗ് കൊടുക്കാന്ന് വിചാരിക്കുക. @web എന്നിട്ടൊരു സ്പേസ് ഇടാം. ഓക്കെ, വേറെ ഒരെണ്ണത്തിനും കൂടെ ഇതേപോലെ @web എന്ന് പറഞ്ഞൊരു 1-2 എണ്ണത്തിനും കൂടെ ഇതേപോലെ @web എന്ന് പറഞ്ഞൊരു ടാഗ് ഇടാം. അപ്പൊ നമ്മൾ നേരത്തെ യൂസ് ചെയ്ത സെയിം കോഡ് തന്നെയാണ്. എന്നിട്ട് എന്ത് ചെയ്ത് കൊടുക്കുക, എനിക്ക് @web എന്ന് പറയണ ടാഗുള്ള ടെസ്റ്റ് മാത്രം വർക്ക് ചെയ്യണം എന്ന് വിചാരിച്ചാൽ ഇതേപോലെ റെഗുലർ എക്സ്പ്രഷൻ കൊടുത്ത് വർക്ക് ചെയ്യിപ്പിക്കാം. അപ്പൊ അതെങ്ങനെയായിരിക്കും വർക്ക് ചെയ്യിപ്പിക്കുക? npx playwright test -grip. ഈ ജിക്ക് പകരം നമുക്ക് മുഴുവനായിട്ട് പറഞ്ഞു കൊടുക്കാം. ഞാൻ പറഞ്ഞുതരാം. ടാഗ് കമന്റ് അടിച്ചേടാ, ഇത്ര അടിച്ചോ. ഈ ജിക്ക് പകരം എന്ത് ചെയ്ത് കൊടുക്കാം, ഗ്രിപ്പ്, GREP. എന്നിട്ട് എന്ത് ചെയ്ത് കൊടുക്കാം, നമ്മുടെ ടാഗ് പറഞ്ഞു കൊടുക്കുക. കോഡ്സിനകത്ത് പറഞ്ഞു കൊടുക്കണം. ഓക്കെ, കോഡ്സിനകത്ത് ടാഗ് നെയിം പറഞ്ഞു കൊടുക്കുക. ഇനി ഒന്ന് റൺ ചെയ്യിപ്പിച്ചേ. അപ്പോൾ ഈ ടാഗ് നെയിം ഉള്ള മാത്രം എന്താവും, റൺ ആവും. എന്താണ് ഇഷ്യൂ വന്നിരുന്നത്? GREP എന്നല്ലേ? ഇത് തന്നെയല്ലേ ഈ കോഡ്സിനുള്ളിൽ തന്നെ? അതെ. നോക്കട്ടെ, ഈ @web എന്നുള്ളത് ആ ടെസ്റ്റിനകത്തെ സിംഗിൾ കോഡ്സിനകത്താണോ വരുന്നത്, അതോ അതിന്റെ പുറത്താണോ? അല്ലടാ, ആ പുറത്ത് അല്ല, ഉള്ളിൽ തന്നെ വരുന്നത്. ജസ്റ്റ് ഈ കമന്റ് ഒന്ന് കോപ്പി ചെയ്തിട്ട് കറക്റ്റ് ആണോ എന്ന് ചോദിച്ചേടാ. കറക്റ്റ് തന്നെയല്ലേ കമന്റ്? -grip ഉണ്ട് തോന്നുന്നു. ഉണ്ട് തോന്നുന്നു. ജി അല്ലാതെയും കൊടുക്കാം, ഗ്രിപ്പ് കൊടുക്കാലോ നമുക്ക്. ഇത് അലൂറിന്റെ കേസിലാ വരുന്നത്. പുതിയൊരു ചാറ്റ് എടുത്തിട്ട് ചോദിക്കണം. ഇത് ഓൾറെഡി അലൂർ വർക്ക് ചെയ്തോണ്ടേ.
എന്നിട്ട് പിന്നെ ഒരു മിനിറ്റ് ഞാൻ നോക്കട്ടെ. ഒരു ഇതിനകത്ത് മിനിറ്റ്. അവര് പറയണ ഹൈഫൻ ഹൈഫൻ ഇടാനാ പറയണ. അതെ, ഹൈഫൺ യൂസ് ചെയ്താണ് ഇത്. ഹൈഫൺ ഗ്രിപ്പ്. ഈ സെയിം ടാഗ് തന്നെ ഹൈഫൺ. ഓക്കെ, ഇനി ഒന്ന് എൻ്റർ ചെയ്ത്. അപ്പൊ അത് യൂസ് ചെയ്ത്, അതായത് വെബ് ടാഗ് ഉള്ള 2 മാത്രം എന്തായി, റണ്ണായി. ഒന്ന് ചൈൽഡ് വിൻഡോയുടെയും പിന്നെ ഒന്ന് വേറെ ഒരു ടെസ്റ്റും. അപ്പൊ ഈ 2 ടെസ്റ്റ് മാത്രം എന്തായി, റണ്ണായി. ഇതുപോലെ എനിക്ക് എന്തൊക്കെ വേണം എന്ന് നമുക്ക് ഇഷ്ടമുള്ള ടാഗ് നെയിം കൊടുക്കാം. അതായത് സെയിം കാറ്റഗറിയിൽ വരുന്നതിനേക്ക് സെയിം ടാഗ് നെയിം കൊടുത്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ടാഗ് നെയിമിനെ കോൾ ചെയ്തിട്ട് റൺ ചെയ്യിപ്പിക്കാം. ഇതന്നെ നേരത്തെ നമ്മൾ അലൂറിൽ ചെയ്ത പോലെ തന്നെയാണ്. പിന്നെ നമുക്ക് എന്താ വരുന്നത്, ഓക്കെ, നമുക്കിനി വരുന്ന സെയിം ഇതാണ് നമ്മുടെ. ഒരു മിനിറ്റ് ഞാൻ നോക്കട്ടെ, സ്ക്രിപ്റ്റ്സ് വരുന്നുണ്ട്. സ്ക്രിപ്റ്റ്സ് അല്ലേ കോഡ്. ഓക്കെ, നമുക്കില്ലേ നമ്മുടെ സ്ക്രിപ്റ്റ്, അതായത് പാക്കേജ് ഡോട്ട് ജെയ്സൺ എടുത്തേടാ. പാക്കേജ് ഡോട്ട് ജെയ്സണിനകത്തെ ഓക്കെ, ഇതിനകത്ത് സ്ക്രിപ്റ്റ്സ് എന്ന് പറഞ്ഞൊരു ഇത് കണ്ടോ, ആട്രിബ്യൂട്ട് കണ്ടോ? ഇതിനകത്ത് നമുക്ക് എന്ത് ചെയ്യാം, നമ്മളിപ്പോൾ റൺ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്ത എല്ലാ ടാഗും എന്ത് ചെയ്ത് കൊടുക്കാം, നമുക്ക് പറഞ്ഞു കൊടുക്കാം. അതായത് ഒരു വേരിയബിളിനകത്ത് നമ്മൾ എന്ത് ചെയ്ത് കൊടുക്കാം, എല്ലാ ടാഗും പറഞ്ഞു കൊടുക്കാം. എന്ന് ഓർത്ത് നോക്കി, ഇപ്പൊ നമ്മൾ എത്ര കമാൻഡ്സ് യൂസ് ചെയ്തു, ഈ കമാൻഡ്സ് ഒക്കെ ഓർത്ത് വെക്കാന്ന് പറഞ്ഞാൽ അത്ര എളുപ്പമല്ലല്ലോ. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, നമ്മൾ യൂസ് ചെയ്ത ഓരോ കമാൻഡ്സും ഈ സ്ക്രിപ്റ്റ് ടാഗിനകത്ത് പറഞ്ഞു കൊടുക്കാൻ പോവാം. അപ്പൊ ഈ സ്ക്രിപ്റ്റ് ടാഗിന്റെ ഉള്ളിൽ ജസ്റ്റ് ഒന്ന് എൻ്റർ ചെയ്തേ, അതിന്റെ അകത്ത് എൻ്റർ അടിച്ചോ. ആദ്യം നമ്മൾ റൺ ചെയ്തത് എല്ലാ ടെസ്റ്റും റൺ ചെയ്യാനുള്ള ഒരു കമന്റ് അടിച്ചില്ലേ. അപ്പൊ ജസ്റ്റ് എന്ത് ചെയ്ത് കൊടുക്കാം, അത് തന്നെ അതിനകത്തുനിന്ന് പറഞ്ഞു കൊടുക്കുക. അല്ലെങ്കിൽ ഞാൻ പറഞ്ഞുതരാം, 2-3 എണ്ണം ഞാൻ പറഞ്ഞുതരാം, ബാക്കി നിങ്ങൾ അതിനകത്തേക്ക് ആഡ് ചെയ്ത് വെച്ചാൽ മതി. ഓക്കെ, നമ്മൾ ആദ്യം എന്താ ചെയ്തത്, എല്ലാ ടെസ്റ്റും റൺ ചെയ്യാൻ വേണ്ടി npx playwright ടെസ്റ്റ് അതൊന്ന് അടിച്ചു കൊടുത്തേടാ. npx playwright ടെസ്റ്റ് അതിനകത്ത് അതെന്ത് കൊടുക്കുക, ഡബിൾ കോഡ്സിനകത്ത് കൊടുക്കുക. ഇതൊരു JSON ഫയലാണ്. അപ്പൊ എന്താ, കീ വാല്യൂ പെയർ ആയിട്ടാണ് കൊടുക്കേണ്ടത്. അപ്പോൾ ഇതിന്റെ കീ അതല്ലെങ്കിൽ പ്രോപ്പർട്ടി ആയിട്ട് എന്ത് കൊടുക്കുക, ഒരു നെയിം കൊടുക്കുക. എന്ത് നെയിം ആണെങ്കിലും കൊടുക്കുക. ആ നെയിം ആയിരിക്കണം നമ്മൾ എന്ത് ചെയ്യണം, ഈ ടെസ്റ്റ് ഈ ഒരു കമന്റിന് പകരം യൂസ് ചെയ്യണം. അപ്പൊ ഇതിനെ ഞാൻ ജസ്റ്റ് എന്ത് ചെയ്യാം, ടെസ്റ്റ് എന്ന് പറഞ്ഞൊരു കീവേഡ് കൊടുക്കുക. അതും ഡബിൾ കോഡ്സിനകത്ത് കൊടുക്കണം. ടെസ്റ്റ് എന്ന് പറഞ്ഞതും ഡബിൾ കോഡ്സിനകത്ത് കൊടുക്കുക. എന്നിട്ട് ഓക്കെ. ഇനി എനിക്ക് npx playwright ടെസ്റ്റ് എന്ന് എപ്പോഴും വിളിക്കണ്ട, പകരം എന്ത് ചെയ്താൽ മതി, npm run ടെസ്റ്റ് എന്ന് വിളിച്ചാൽ മതി. പറഞ്ഞുതരാം. ഇനി അടുത്തത് എന്താ, ഇനിയിപ്പോ നമ്മൾ ഈ വെബ് ടാഗ് യൂസ് ചെയ്ത് റൺ ചെയ്തില്ലേ, വെബ് ടാഗ്, അതിനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഹൈഫൺ npx playwright ടെസ്റ്റ് ഹൈഫൺ നമ്മൾ നേരത്തെ യൂസ് ചെയ്ത സെയിം കമന്റ് തന്നെ, npx playwright ടെസ്റ്റ് ഹൈഫൺ വെബ് ടാഗ്, അത് മൊത്തത്തിൽ കോപ്പി ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്യാൻ പറ്റും, എന്നിട്ട് അതിനെ ഒരു വേരിയബിളിലേക്ക് അസൈൻ ചെയ്ത് കൊടുക്കാം. നമുക്ക് വെബ് ടെസ്റ്റ് എന്നോ അങ്ങനെ എന്തെങ്കിലും പറഞ്ഞൊരു വേരിയബിളിലേക്ക്. അതൊരു എക്സ്ട്രാ ഇത് അവിടെ പുറത്തുണ്ടാവും. ഇനി അതിനെ ഡബിൾ കോഡ്സിനകത്ത് കൊടുക്കും. ഓക്കെ, നമ്മുടെ വെബ് ടെസ്റ്റ് എന്ന് കൊടുക്കാം. ആരൊന്ന് മനസ്സിലായോ? ഓക്കെ, ഇനി നമുക്ക് അലൂറിന്റെയും കൂടെ അതേപോലെ പറഞ്ഞു കൊടുക്കാം. ഓക്കെ, ആദ്യം നമ്മൾ എന്താ ചെയ്ത, അലൂർ റിപ്പോർട്ട് ജനറേറ്റ് ചെയ്തു. അപ്പൊ അലൂർ ജനറേറ്റ് എന്ന് പറഞ്ഞിട്ട് ഒരു ടെസ്റ്റ് ഉണ്ടാക്കാം. ഓക്കെ, എന്നിട്ട് അത് ജനറേറ്റ് ചെയ്യാൻ എന്തായിരുന്നു, അലൂർ കോപ്പി ചെയ്തിട്ട് പിന്നെ നമുക്ക് ഓരോ പ്രാവശ്യം ഇതിനകത്തുനിന്ന് ഇത്രയും വലിയ കമാൻഡ് എന്ത് ചെയ്യണ്ട, അതല്ലല്ലോ അതാണ്. ഓക്കെ. അല്ല, ആദ്യം നമ്മൾ അതിന് മുന്നേ നമ്മളൊരു എന്താ പറയാ, ജനറേറ്റ് ചെയ്യുന്നതിന് മുന്നേ നമ്മൾ എന്ത് ചെയ്തു, അതൊരു ലൈനായിട്ട്, അതായത് ഇങ്ങനെ ചെയ്തിട്ടുണ്ടായിരുന്നില്ല, ഹൈഫൺ റിപ്പോർട്ട് ലൈൻ. അത് തന്നെ ഫസ്റ്റ് അത് കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് ജനറേറ്റ് കൊടുക്കുക. ഇതിനെന്താ പറയാ, ഇതെന്തിനായിരുന്നു, റിപ്പോർട്ട് അലൂർ റിപ്പോർട്ട് എന്ന് കൊടുക്കുക ആദ്യം. അതിന് ശേഷമാണ് ജനറേറ്റ്. പിന്നെ അത് ഓപ്പൺ ചെയ്യാൻ വേണ്ടിയിട്ട്
അങ്ങനെ അതിനകത്തുള്ള എല്ലാ കമാൻഡ്സും നമ്മൾ സേവ് ചെയ്ത് വെച്ച എല്ലാ കമാൻഡ്സും എന്ത് ചെയ്ത് കൊടുക്കുക, ഇതിനകത്ത് പറഞ്ഞു കൊടുക്കുക. പിന്നെ നമ്മൾ കോൺഫിഗ് ഫയലിനകത്ത് റൺ ചെയ്യാൻ വേണ്ടിയിട്ട്, പിന്നെ പ്രൊജക്ട് നെയിം കൊടുത്ത് റൺ ചെയ്യാൻ വേണ്ടിയിട്ട്, അങ്ങനെ കുറേ യൂസ് ചെയ്തില്ലേ, അതെല്ലാം പറഞ്ഞു കൊടുത്തേക്ക്. നമുക്ക് ആവശ്യമുള്ളതെല്ലാം ഇതിനകത്ത് ഇപ്പോൾ ഓർമ്മ വരുന്നതെല്ലാം ഇതിനകത്ത് പറഞ്ഞു കൊടുക്കുക. എന്നിട്ട് നമുക്ക് ഇത് യൂസ് ചെയ്ത് എങ്ങനെയാണ് റൺ ചെയ്യാൻ നോക്കാം. ഓപ്പൺ ചെയ്യാനുള്ളത്. പിന്നെ അതേപോലെ തന്നെ ഒരു കോൺഫിഗ് ഫയൽ സെലക്ട് ചെയ്യാൻ, പിന്നെ കോൺഫിഗ് ഫയലിന്റെ അകത്തുനിന്ന് പ്രൊജക്ട് നെയിം സെലക്ട് ചെയ്യാൻ, അതെല്ലാം ഒന്ന് പറഞ്ഞു കൊടുത്തേക്കണം. അടുത്ത ഏതാണ് നമ്മളൊരു കോൺഫിഗ് ഫയൽ രണ്ട് കോൺഫിഗ് ഫയൽ ഉണ്ടാക്കിയിട്ട് അതിൽ മുകളിൽ കൊടുത്തിട്ടില്ലേ npx കോൺഫിഗ് playwright.config.js, അതും പിന്നെ അതിനകത്തുനിന്ന് ഒരു പ്രൊജക്റ്റിന്റെ നെയിം പറഞ്ഞു കൊടുത്തിട്ട് അത് രണ്ടും. സെലക്ട് കോൺഫിഗ് എന്നെല്ലാം കൊടുക്കാം. കോൺഫിഗ് ഫയൽ സെലക്ട് ചെയ്യുന്നതിന് അങ്ങനെ എന്തെങ്കിലും. ഇത് വന്നിട്ട് എന്ത് കൊടുക്കാൻ? അത് പ്രൊജക്റ്റ് അല്ലെങ്കിൽ വർക്കർ സെലക്ട് അങ്ങനെ എന്തെങ്കിലും കൊടുത്തു. ഓക്കെ, ഇത്രയൊക്കെ പോരെ. ഇനി നമുക്ക് ഓർമ്മ വരുന്നതിനനുസരിച്ച് ഇതിനകത്തേക്ക് ആഡ് ചെയ്ത് കൊടുത്താൽ മതി. ഇതാണെങ്കിലോ ഇതെന്തിന്റെ ആയിരുന്നടാ? ഇതും ഇതുപോലെ തന്നെയല്ലേ, സെയിം സാധനം തന്നെയല്ലേ. ഓക്കെ, ഇനിയിപ്പോ എനിക്ക് ഇതിനകത്തുനിന്ന് ഏതെങ്കിലും ഒരെണ്ണം റൺ ചെയ്യണമെന്ന് വിചാരിക്കുക. ഫോർ എക്സാമ്പിൾ ഇപ്പൊ അലൂർ അല്ലാതെ ഇപ്പൊ എന്താ കോൺഫിഗ് ഫയൽ സെലക്ട് ചെയ്ത് റൺ ചെയ്യണമെന്ന് വിചാരിക്കുക. അപ്പൊ ഞാൻ എന്ത് ചെയ്യണം, നമ്മൾ നോർമലി എന്ത് പറഞ്ഞു കൊടുക്കണം, npx playwright test end to end ഇത് പറഞ്ഞു കൊടുക്കണം. അങ്ങനെ പറഞ്ഞു കൊടുക്കാതെ നമുക്ക് എന്തിനെ വിളിക്കാം, ഈ സ്ക്രിപ്റ്റിനെ വിളിക്കാം. ആരോൺ എത്തിയോടാ? ഇതുവരെ എത്തിയോ? പറയട്ടെ, കോഡ് പറയട്ടെ. നമുക്ക് ഇതിനെ റൺ ചെയ്യിക്കാൻ വേണ്ടി ഇനി ഇത്രയും ചെയ്താൽ മതി. npm റണ്ണ് സ്ക്രിപ്റ്റ് നെയിം npm റണ്ണ്. ആ സ്ക്രിപ്റ്റിൽ നമ്മൾ എന്താണ് നെയിം കൊടുത്തേക്കുന്നത് ജസ്റ്റ് വിളിച്ചാൽ മതി. ഇപ്പൊ സെലക്ട് കോൺഫിഗ് ഫയൽ, സെയിം അവിടെ കൊടുത്ത പോലെ തന്നെ കൊടുക്കണടാ. ഇനി ജസ്റ്റ് എൻ്റർ അടിക്കാം. npm റണ്ണ് സെലക്ട് കോൺഫിഗ് ഫയൽ. ഓക്കെ, അത് റണ്ണാവുമ്പോൾ താഴെ കണ്ടോ അതിന്റെ കമാൻഡും കൂടെ നമുക്ക് കാണിച്ചു തരുന്നുണ്ട്. npx playwright test end to end താഴെ കണ്ടോ കാണിക്കണേ, അതിന്റെ കമാൻഡും കൂടെ നമുക്ക് കാണിച്ചു തരും. നമ്മള് വ്യൂ പോർട്ടും ഡിവൈസും എല്ലാം സെലക്ട് ചെയ്തുകൊണ്ടാണ് ആ രീതിയിൽ അത് റൺ ചെയ്യാം. മനസ്സിലായോ? സ്ക്രിപ്റ്റ്സ് വെച്ചിട്ട് എങ്ങനെയാ റൺ ചെയ്യിപ്പിക്കുന്നതെന്ന്. ഒരു ഡൗട്ട്, നമ്മള് ടെസ്റ്റ് എന്ന് പറഞ്ഞിട്ട് ആദ്യത്തെ ഒരു ടാഗ് കൊടുത്തില്ലേ, സ്ക്രിപ്റ്റ് കൊടുത്തില്ലേ, ശ്രീജ്യോതി ആദ്യത്തെ ടെസ്റ്റ് എന്ന് പറയുന്നത് നമ്മൾ npx playwright test എന്നല്ലേ കൊടുക്കുള്ളൂ. നമുക്ക് അത് കഴിഞ്ഞൊരു നമ്മുടെ ഇപ്പൊ end to end ഒന്നോ അങ്ങനെ എന്തെങ്കിലും വേണമെങ്കിൽ ഈ പറഞ്ഞ npm playwright test നമ്മുടെ സ്ക്രിപ്റ്റ് നെയിം ഫയൽ നെയിം കൊടുക്കാം. അപ്പൊ npm റണ്ണ് ടെസ്റ്റ് സ്പേസ് നമ്മുടെ ഫയൽ നെയിം കൊടുത്താൽ മതി. അത് വർക്ക് ആവാൻ നോക്കട്ടെ, ഒരു മിനിറ്റ്. കാരണം അത് npm അല്ലേ.
അത് വർക്കായി. വർക്ക് ആവുന്നുണ്ടോ? ഓക്കെ ഓക്കെ, നമ്മൾ ഓൾറെഡി സ്ക്രിപ്റ്റിനകത്ത് ടാഗ് പറഞ്ഞു കൊടുത്തിട്ടുണ്ടല്ലോ. ഹൈഫൺ പറഞ്ഞു കൊടുക്കണം തോന്നുന്നു. ഡയറക്റ്റ് ആയിട്ട് പറഞ്ഞു കൊടുത്തപ്പോ വർക്കായോ? വർക്കായി. കുഴപ്പമില്ല, എന്നാ അതിന് വരയ്ക്കും. അത് ഇനി ടെസ്റ്റ് എന്ന് പറഞ്ഞ കീവേഡ് ഉള്ളത് കൊണ്ടാണോ എന്നറിയില്ല, ഒന്ന് മാറ്റി കൊടുക്കട്ടെ. ടെസ്റ്റെന്നോ ടെസ്റ്റെഡെന്നോ അങ്ങനെ എന്തെങ്കിലും കൊടുത്ത് ഇല്ല, വർക്കാവും തോന്നുന്നു. വർക്കായി. വർക്കാവുന്നുണ്ട്. ഓക്കെ, അപ്പൊ ഇനി നമുക്ക് എപ്പോഴും എന്ത് ചെയ്യണ്ട, ഈ കമാൻഡ്സ് എല്ലാം ഓർത്ത് വെച്ചിട്ട് അത് അടിച്ചു കൊടുക്കണ്ട. നമുക്ക് സ്ക്രിപ്റ്റിൽ വന്ന് നോക്കാം, എന്നിട്ട് അതിന് മാച്ചിങ് ആയ പ്രോപ്പർട്ടീനെ മാത്രം എന്ത് ചെയ്ത് കൊടുത്താൽ മതി, യൂസ് ചെയ്താൽ മതി. ഇത് കുറച്ചും കൂടെ സിമ്പിൾ അല്ലേ? പക്ഷെ നമ്മൾ ചെയ്ത് കഴിഞ്ഞു. ഇത്ര നാൾ നമ്മളെല്ലാം കമന്റ് അടിച്ച് ചെയ്ത ലാസ്റ്റ് പറയാന്ന് വിചാരിച്ചായിരുന്നു സ്ക്രിപ്റ്റും ടാഗും ഒക്കെ. ഇനി നമുക്ക് എന്താ ഉള്ളത്? ഓക്കെ, ഇനി ജെങ്കിൻസിന്റെ ഇൻസ്റ്റാളേഷൻ ആണുള്ളത്. നമുക്ക് ജെങ്കിൻസ് ഇൻസ്റ്റാൾ ചെയ്യാം, ടൈം ഉണ്ടല്ലോ എന്തായാലും. ജെങ്കിൻസ് ഇൻസ്റ്റാൾ ചെയ്യാം. ജസ്റ്റ് ബ്രൗസറിൽ ജെങ്കിൻസ് ഡൗൺലോഡ് എന്ന് കൊടുത്ത് ബ്രൗസറിൽ ജെങ്കിൻസ് അതാണ് താഴെ. ഓക്കെ, അതിനകത്തുനിന്ന് ഡിപ്ലോയ് ആൻഡ് ഡൗൺലോഡ് ആൻഡ് ഡിപ്ലോയ് കൊടുത്ത് ഓക്കെ, അതിനകത്ത് ഏറ്റവും താഴെ വന്നിടാ സ്റ്റേബിൾ. ഓക്കെ, മുകളിലേക്ക് വാ, കുറച്ച് മുകളിലേക്ക് വാ, മുകളിലേക്ക്. അതിനകത്തൊരു വാർ ഫയൽ ഉണ്ടാവും മുകളിൽ വന്ന്. അതെ തന്നെ, ജെങ്കിൻസ് ഡോട്ട് ഇത് കണ്ടോ, സ്റ്റേബിൾഡ് വേർഷന്റെ അണ്ടറിൽ LTSന്റെ അണ്ടറിൽ കണ്ടോ ജെങ്കിൻസ് ജാവ പാക്കേജ് ഡോട്ട് വാർ ഫയൽ കണ്ടോടാ ഏറ്റവും മുകളിൽ. അതെ, അത് ക്ലിക്ക് ചെയ്ത് അത് ഡൗൺലോഡ് പാക്കേജ്. അത് ഡൗൺലോഡ് ഈ LTS എന്ന് പറഞ്ഞാൽ അതാണോ സ്റ്റേബിൾ? ഓക്കെ, അത് ജസ്റ്റ് ഡൗൺലോഡ് ചെയ്യാം. ഓക്കെ, അത് ഡൗൺലോഡ് ചെയ്തിട്ട് അത് ഡൗൺലോഡ് ആയോടാ? ഡൗൺലോഡായി. ഇനി നമുക്ക് ഇത് ഓപ്പൺ ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യാം? കമാൻഡ് പ്രോംപ്റ്റ് എടുത്തേടാ. കമാൻഡ് പ്രോംപ്റ്റിനകത്ത് അത് ഓപ്പൺ ചെയ്യാം. നമ്മുടെ നോർമൽ കമാൻഡ് പ്രോംപ്റ്റിനകത്ത് ഇങ്ങനെ അടിച്ചു കൊടുത്തേ ജാവ ഹൈഫൺ ജാർ. നമ്മുടെ ഫയൽ നെയിം എന്തായിരുന്നു? ജെങ്കിൻസ് ഡോട്ട് ജാർ വാർ എന്നല്ല ഉണ്ടായിരുന്നു ഫയൽ നെയിം, ഡൗൺലോഡ് ആയ ഫയൽ നെയിം. ഓക്കെ, ജെങ്കിൻസ് ഡോട്ട് വാർ, ആ ഫയൽ നെയിം പറഞ്ഞു കൊടുത്തേ. ജെങ്കിൻസ് ഡോട്ട് വാർ. എന്നിട്ട് ഹൈഫൺ നമ്മൾ പോർട്ട് പറഞ്ഞു കൊടുക്കണം. ഇത് ഏത് പോർട്ടിലാണ് ഓപ്പൺ ആക്കേണ്ടതെന്ന്. HTTP പോർട്ടിന്റെ P ക്യാപിറ്റലില്, പോർട്ട് ഈക്വൽ ടു P വരെ നോർമൽ HTTP. ഇനി പോർട്ടിന്റെ P ക്യാപിറ്റലില് സെയിം ഒരു വേർഡായിട്ട് HTTP പോർട്ട് ഈക്വൽ ടു നമ്മളൊരു പോർട്ട് നമ്പർ പറഞ്ഞു കൊടുക്കുക. പോർട്ട് നമ്പർ നോർമലി വരിക 80808081. നമുക്ക് ഇഷ്ടമുള്ള നമ്പർ പറഞ്ഞു കൊടുക്കാം. ഇപ്പൊ 8080 പറഞ്ഞു കൊടുക്കാം. ഓക്കെ, ഇനി എൻ്റർ അടിക്കാം. അപ്പോൾ അത് വരും എറർ അണേബിൾ ടു ആക്സസ് ജാർ ഫയൽ. ഇങ്ങനെ തന്നെയാണോ അവിടെ വന്ന്? ജെങ്കിൻസ് ഡോട്ട് വാർ. ഞാൻ എക്സ്ട്രാക്ട് എന്തെങ്കിലും ചെയ്യണോ? ഇല്ല, അതിന് എക്സ്ട്രാക്ട് ചെയ്യാനില്ല. ജസ്റ്റ് ഒന്ന് ബ്രൗസ് ചെയ്താടാ. ഇത് തന്നെയല്ലേ ഇതിന്റെ ജെങ്കിൻസിന് ഓപ്പൺ ചെയ്യാനുള്ള കമന്റ്. ചിലപ്പോൾ ഐഫോൺ കൂടി പോവുക കുറഞ്ഞു പോവുക എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിലോ. കറക്റ്റ് ആണല്ലേ പറയണത്? ഇത് തന്നെ ഐഫോൺ
ഐഫൺ തന്നെ അല്ല, ഡോട്ട് ഒന്നുമില്ലല്ലോ, അല്ല. സ്റ്റാർട്ട് ജെങ്കിൻസ്, റൺ ജെങ്കിൻസ്, പോർട്ട് 8080 ഒക്കെയാണ്. ഇത് തന്നെയാണ് ഞാൻ പറയുന്നത്. ജാവ ഇൻസ്റ്റാൾഡ് ആണോ എന്ന് ആ, നോക്കട്ടെ. ജാവ ഇൻസ്റ്റാൾഡ് ആണോടാ? അത് ഞാൻ വിട്ടുപോയി. ജാവ ഇൻസ്റ്റാൾഡ് ആണോ നിങ്ങളുടെ കയ്യില്? ഒന്ന് നോക്കി. ജാവ എൻ്റെ ഉണ്ട്. ജാവ ജാവയുടെ 17 വേണം നമുക്ക്. 17. എന്റെ ഇരിക്കുന്നത് 17.0.8 ഓക്കെ, ആണ്. അത് ഓക്കെയാണ്. ശ്രീജ്യോതിയുടെയോ? സെക്കൻഡ് നോക്കട്ടെ. ജാവ വേർഷൻ അടിച്ചു കൊടുത്താൽ മതി. ഹൈഫൻ ഇല്ല, ഒറ്റ ഹൈഫനേ ഉള്ളൂ. എന്നാലും മതി. അല്ല, അതിൽ വർക്കാവോ? ഹൈഫൻ ഹൈഫൻ വർക്ക് ആവടാ. ഓക്കെ. 11.0.2. കുഴപ്പമില്ല. 11 നമുക്ക് ഇതിനകത്ത് താഴെ കാണിച്ചിട്ടുണ്ടല്ലോ ഇൻസ്റ്റാൾഡ് ജാവ. പക്ഷെ നമുക്ക് ഇതിന് 70 വേണം തോന്നുന്നു. ഇതിനകത്ത് ജെങ്കിൻസിനെ സപ്പോർട്ട് ചെയ്യാൻ എന്തോ. ഇതിന്റെ അകത്തുനിന്ന് എന്തെങ്കിലും ഇൻസ്റ്റാൾ ചെയ്യേണ്ടതായിട്ടുണ്ടോ? ഇല്ലടാ. ഇപ്പൊ ഇതിനകത്ത് കേറിയിട്ട് ഈ സെയിം കമാൻഡ് അടിച്ചപ്പോ ഇത് വർക്കായോ? എന്താ വന്നത്? ജസ്റ്റ് ഇത് വാർ ഫയൽ ഡൗൺലോഡ് ചെയ്തിട്ട് നമ്മൾ അതിന്റെ പാത്ത് പറഞ്ഞു കൊടുത്താൽ മാത്രം മതി. ഒന്നും കൂടെ ഒന്ന് കൊടുത്തു നോക്കാം. ഓക്കെ, റണ്ണിങ് ജാവ 11 ഓക്കെ ആണ്. വിച്ച് ഓൾഡർ 70 ആണടാ സപ്പോർട്ട് ചെയ്യുള്ളൂ. 70 ഇൻസ്റ്റാൾ ചെയ്യാം. ഇതിന് അപ്ഡേറ്റ് ചെയ്താൽ മതിയോ? എന്തായാലും ഡൗൺലോഡ് ചെയ്യണ്ടേ? ജസ്റ്റ് JDK 70 ഡൗൺലോഡ് അടിച്ച് ബ്രൗസറിൽ ഞാൻ പറഞ്ഞുതരാം. ഡൗൺലോഡ് JDK 70 അടിച്ചു കൊടുത്തേ. ഓക്കെ, എന്നിട്ട് അതിനകത്ത് നിന്ന് ഫസ്റ്റ് ലിങ്ക് എടുത്ത് സ്ക്രോൾ ചെയ്ത് താഴേക്ക് വന്നിടാം. ഇത് ഏതാ? വിൻഡോസ് അല്ലേ? വിൻഡോസിനകത്ത് ലിനക്സ് ആണോ? അപ്പൊ ലിനക്സിന് മാച്ച് ആയത് എടുത്തേടാ. ലിനക്സിന് ഇത് ഏതാ? ഇതിന്റെ കോൺഫിഗറേഷൻ ഏതാന്നറിയോ? ഒന്ന് പ്രോപ്പർട്ടീസിൽ ഒന്ന് സെർച്ച് ചെയ്ത് നോക്കൂടാ. എവിടെയാ കോൺഫിഗറേഷൻ കാണാം? പ്രോപ്പർട്ടീസിലല്ലേ? സിസ്റ്റം അതിനകത്ത് ഇതിന്റെ കോൺഫിഗറേഷൻ കാര്യങ്ങൾ x64 ആണോ ARM ആണോ എനിക്ക് എങ്ങനെ അറിയില്ല ലിനക്സിന്റെ കാര്യം. 64 ആണെങ്കിൽ നമുക്ക് ആ കംപ്രസ്ഡ് ആർച്ചീവ് ഫയലാ വേണ്ടത്. ഏറ്റവും ആദ്യത്തെ അല്ല, x64 മൂന്നാമത് കിടക്കുന്നുണ്ടോ? ലിനക്സ് x64 കംപ്രസ്ഡ് ആർച്ചീവ് ഫയൽ, അതാ വേണ്ടത്. അതല്ലെങ്കിൽ സപ്പോർട്ട് ചെയ്യില്ല. നമുക്ക് എന്തായാലും അത് ഇൻസ്റ്റാൾ ചെയ്ത് നോക്കാം. അല്ലാതെ അപ്ഡേറ്റ് ചെയ്യാൻ പറ്റില്ല അല്ലേ? അല്ലാതെ നമുക്ക് എന്തായാലും ഇതിനകത്ത് എൻവയോൺമെന്റ് വേരിയബിൾസിനകത്ത് പറഞ്ഞു കൊടുക്കണം. ഡൗൺലോഡ് ചെയ്യാൻ വേണ്ടി വരും തോന്നുന്നു. അപ്ഡേറ്റ് പാസ്വേഡ് അടിച്ചു കൊടുത്തേടാ. സിസ്റ്റം പാസ്വേഡ് അല്ലേ ചോദിക്കുന്നത്? സെക്കൻഡ് പാസ്വേഡ് എനിക്ക് ഓർമ്മ. ഒരു സെക്കൻഡ്. എൻക്രിപ്ഷൻ പാസ്വേഡ് അല്ലേ ഇത്? യൂസർ നമ്മൾ ലോഗിൻ ചെയ്യുമ്പോൾ ഉള്ളതാണോ? നമ്മുടെ സിസ്റ്റത്തിന്റെ പാസ്വേഡ് അല്ലേ ചോദിക്കുന്നത്? രണ്ട് പാസ്വേഡ് ഉണ്ട് ആക്ച്വലി. എൻക്രിപ്ഷനും ഉണ്ട്, അല്ലാതെ ഒരു പാസ്വേഡ്. നോർമൽ പാസ്വേഡ് ആയിരിക്കുംടാ. ഓക്കെ,
നെക്സ്റ്റ് സ്റ്റെപ്പ് എന്തായിരുന്നത്? ഇൻസ്റ്റാളേഷൻ വേർഷൻ ചെക്ക് ചെയ്താൽ മതി. വേർഷൻ നോക്കിയാൽ അതിനകത്ത് തന്നെ ഉണ്ട് ജാവ ഹൈഫൺ വേർഷൻ വേർഷൻ 70. ഓക്കെ, വേർഷൻ അപ്ഡേറ്റ് ആയി. ഇനി കൊടുക്കാം അല്ലേ? ഇനി ഇന്ന് അല്ല, ആരോണിന് വന്നായിരുന്നോ 70 സെയിം ഇത് എടുത്തപ്പോ? ഇല്ല, ഞാനിത് ചെയ്തില്ല. എന്റെ ഓൾറെഡി 17 ആണല്ലോ. 70 ആണ്, പക്ഷെ അതായത് നമ്മൾ ആദ്യം കൊടുത്ത കമാൻഡ് കൊടുത്തില്ലേ പോർട്ടിൽ ഓപ്പൺ ചെയ്യാൻ, അതില്ല, ഇല്ല, അണേബിൾ ടു ആക്സസ് ജാർ ഫയൽ ആയിരുന്നു. ഇതിനകത്ത് വന്നു വർക്ക് ആവുണ്ടോ? സക്സസ്ഫുള്ളി എന്ന് പറഞ്ഞൊരു മെസ്സേജ് വരും. ഒരു കാര്യം ചെയ്ത അത് ഓപ്പൺ ചെയ്ത്, അതായത് ഡൗൺലോഡ്സിൽ പോയിട്ട് കമാൻഡ് പ്രോംപ്റ്റ് ഓപ്പൺ ആക്കുക. അതായത് ജെങ്കിൻസ് വാർ ഫയൽ അവിടെ അല്ലേ കിടക്കുന്നത്. ഇത് കുഴപ്പമില്ല, ജെങ്കിൻ സക്സസ്ഫുള്ളി റൺ ചെയ്ത് പറഞ്ഞിട്ട് ഇതിനകത്ത് കാണിച്ചു. കാരണം ഇപ്പൊ ഇതിനകത്ത് ഇൻസ്റ്റാൾ ചെയ്തത് ഇത് വഴി ആയതുകൊണ്ടായിരിക്കണം. അല്ല, ദിസ് ഈസ് നോട്ട് എന്താണ് action check update servers only at the attempt one. സർവർ സക്സസ്ഫുള്ളി. ഒരു കാര്യം ചെയ്യും, ഇത് ക്ലോസ് ചെയ്തിട്ടെ നമ്മുടെ ഡൗൺലോഡ്സ്, അതായത് വാർ ഫയൽ ഡൗൺലോഡ് ആയി കിടക്കുന്നില്ലേ, അവിടെ വന്നിട്ട് മുകളിൽ നിന്ന് CMD അടിക്കാം. മുകളിൽ ആ പാത്ത് കണ്ടില്ലേ, ഹോം ഡോക്യുമെന്റ്, അതാ ഹോം ഡൗൺലോഡ്സ്. അവിടെ ജസ്റ്റ് ഓക്കെ ഓപ്പൺ ടെർമിനൽ കൊടുത്താലും മതി. അല്ലെങ്കിൽ ജസ്റ്റ് ആ പാത്ത് സെലക്ട് ചെയ്തിട്ട് CMD അടിച്ച് എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ കമാൻഡ് പ്രോംപ്റ്റ് ഓപ്പൺ ആയി വരും. ഇനി ആ സെയിം കോഡ് അടിച്ചേടാ വാർ ഫയലിന്റെ പറഞ്ഞു കൊടുത്തിട്ട് ജാവ ഹൈഫൺ ജാർ ജെങ്കിൻസ് ഡോട്ട് വാർ ഹൈഫൺ പോർട്ട്, ഒരു ഹൈഫൺ ഉള്ളൂടാ, ഒരു ഹൈഫൺ പോർട്ട് HTTP പോർട്ട് ഈക്വൽ ടു 8080. ഓക്കെ, എൻ്റർ ചെയ്ത റണ്ണിങ് ഫ്ലോ. ഓക്കെ ഓക്കെ, ഇത് കുഴപ്പമില്ല. ആരോണിന് വർക്ക് ആവുന്നുണ്ടോ? എനിക്ക് ആക്ച്വലി ആ ഫോൾഡറിൽ പോയപ്പോ എനിക്ക് ആ എറർ പോയി. പക്ഷേ എന്താണ് ടു സ്റ്റാർട്ട് എന്നൊക്കെ പറഞ്ഞിട്ടാ വന്ന് ഞാൻ ഷെയർ. ആദ്യം വന്ന എറർ ഇതായിരുന്നു, അണേബിൾ ടു ആക്സസ്. പക്ഷെ ഞാനത് ഡൗൺലോഡ്സിലാണോണ്ട് ഞാൻ അങ്ങോട്ടേക്ക് നാവിഗേറ്റ് ചെയ്തപ്പോ അത് വന്നു. പക്ഷെ അത് കഴിഞ്ഞ് ഫെയിൽ ടു സ്റ്റാർട്ട് ഈ ഒരു ഇതൊക്കെ വരുന്നു. പിന്നെ എന്തോ ഫെയിൽ ടു ബൈ. അതൊന്ന് ക്ലോസ് ചെയ്താണ്. ഇൻഡെക്സ് ഔട്ട് ഓഫ് ഇൻഡെക്സ് സെക്ഷൻ. പിന്നെ ഓൾറെഡി അഡ്രസ് ഓൾറെഡി ഇൻ യൂസ് ഫൈൻഡ്. ഇതൊന്ന് ചാറ്റ് GPT കൊടുത്തു നോക്കണോ? കൊടുത്തു. ഇതിനകത്ത് This is classified for conflict issue. ഒരു മിനിറ്റ് കേട്ടോ. എന്താണ് കാണിക്കുന്നത്? ജാവ ഹൈഫൺ എന്റെ ഓൾറെഡി പറയുന്നത് 8080 is already being used by another application. പോർട്ട് നമ്പർ ഒന്ന് മാറ്റി കൊടുത്തേടാ. 8081 9091 അങ്ങനെ എന്തെങ്കിലും വേറൊരു പോർട്ട് കൊടുത്ത്. സെയിം ഇഷ്യൂ. ഓക്കെ, സക്സസ്ഫുൾ ആയിട്ടുണ്ട്. പോർട്ട് ഓൾറെഡി യൂസ് ആയതുകൊണ്ടാ 8080 പോർട്ട്. ഓക്കെ, ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇത് നമ്മൾ എന്ത് ചെയ്യുക, ഇപ്പൊ 8080 റൺ ആക്കാന്ന് പറഞ്ഞല്ലോ. അപ്പൊ നമ്മൾ ബ്രൗസറിൽ ലോക്കൽ ഹോസ്റ്റ് കോളൻ ജസ്റ്റ് ഈ പോർട്ട് നമ്പർ പറഞ്ഞു കൊടുക്കുക. ലോക്കൽ ഹോസ്റ്റ് ഫുൾ കോളൻ 8080. നമ്മുടെ ഏതാണോ പോർട്ട് പറഞ്ഞെടുത്ത് ആ പോർട്ടിൽ ഇത് ഓപ്പൺ ചെയ്യാം. 8080 ആണെങ്കിൽ 8080, 90 ആണെങ്കിൽ 90. അല്ല, ഇത് ഇങ്ങനെയല്ലല്ലോ, ലോക്കൽ അത് തന്നെ.
ഇപ്പൊ നമുക്ക് ഒരു ഇത് കിട്ടിയിട്ടില്ലേ ഇവിടെ അഡ്മിനിസ്ട്രേഷൻ ഒരു മിനിറ്റ് നമുക്ക് ഇവിടെ എന്ത് ചെയ്യണം അഡ്മിനിസ്ട്രേറ്റർ പാസ്വേഡ് പറഞ്ഞു കൊടുക്കണം. അപ്പൊ ഇതിന് അഡ്മിനിസ്ട്രേറ്റർ പാസ്വേഡ് പറഞ്ഞു കൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ഈ പാത്ത് കോപ്പി ചെയ്യാം. ഈ പാത്ത് കോപ്പി ചെയ്തിട്ട് നമ്മുടെ നോർമൽ ഫയലിനകത്ത് മുകളിൽ എവിടെയെങ്കിലും എന്ത് ചെയ്യുക, കോപ്പി ചെയ്ത് വെക്കാം. ഓക്കെ, എന്നിട്ട് എൻ്റർ ചെയ്യാം. എൻ്റർ ചെയ്തിട്ട് നോട്ട് പാഡിൽ അതിനെ ഓപ്പൺ ചെയ്യാം. ഓക്കെ, ജസ്റ്റ് വൺസ് കൊടുക്കാം. ശ്രീജ്യോതിക്ക് കിട്ടിയോ? ഇതാണ് പാസ്വേഡ്. ഈ പാസ്വേഡ് എന്ത് ചെയ്യാ, കോപ്പി ചെയ്തിട്ട് കണ്ടിന്യൂ കൊടുക്കുക. ഇത് പാസ്വേഡ് പിന്നീട് ചോദിക്കോ നമ്മളിത്? പിന്നീട് നമുക്കിത് ചേഞ്ച് ചെയ്യാൻ പറ്റും ഈ പാസ്വേഡ്. ഇപ്പൊ ഇത് ഓപ്പൺ ചെയ്യാൻ ഈ പാസ്വേഡ് മതി. പാസ്വേഡ് എങ്ങനെ എടുത്തേ? അവിടെ ഒരു ഫയൽ വന്നില്ലടാ, ഒരു റെഡ് കളറിൽ ഒരു ഫയൽ പാത്ത്, മുകളില് ഒരു റെഡ് കളറിൽ ഒരു ഫയൽ പാത്ത് വന്നില്ലേ? വന്നു. അതിനെ കോപ്പി ചെയ്യാ. ഓക്കെ, അതിനെ കോപ്പി ചെയ്തിട്ട് താഴെ ഫയൽസിൽ പോയിട്ടേ നമ്മൾ ഈ പാത്തൊക്കെ സെർച്ച് ചെയ്യുന്നിടത്ത് ജസ്റ്റ് എന്ത് ചെയ്തു അതൊന്ന് കാണിച്ചു കൊടുത്താരോ, എവിടെയാ കൊടുത്തേന്ന്? ഇവിടെ അത് അവിടെ അത് എന്ത് ചെയ്യാ, പേസ്റ്റ് ചെയ്യാം. എന്നിട്ട് എൻ്റർ അടിക്കുമ്പോ നമുക്കൊരു പാസ്വേഡ് കിട്ടും. നോട്ട് പാഡിനകത്ത് ഓപ്പൺ ചെയ്യാതെ. ലിനക്സിൽ ആക്ച്വലി അങ്ങനെ ഒരു പാത്ത് എടുക്കാൻ പറ്റുന്നില്ല. ഒന്ന് ഷെയർ ചെയ്തേടാ, നോക്കട്ടെ ഇങ്ങനെയാ, നോക്കട്ടെ. എനിക്ക് അറിഞ്ഞൂടാ. നമുക്ക് നോക്കാം ഒരുമിച്ച്. ഇവിടെ എൻ്റർ ചെയ്യാൻ പറ്റുന്നില്ലടാ. ജസ്റ്റ് ഇത് എടുത്തെടുത്ത് പോട്ടെ. എടുത്തെടുത്തേക്ക് വന്ന് ഇത് ലിനക്സിൽ എങ്ങനെയാ ഇതിന്റെ പാത്ത്, ഇതെങ്ങനെ ഈ പാസ്വേഡ് കിട്ടാന്നൊന്ന് നോക്കൂ. ഓക്കെ, ഹോം ശ്രീജ്യോതി.jenkins ഹോം എടുത്തു. ജസ്റ്റ് ഇതിനകത്തുള്ള ജസ്റ്റ് ഒന്ന് ബ്രൗസ് ചെയ്താൽ മതിടാ. ലിനക്സിൽ എങ്ങനെയാണ് ഈ ജെങ്കിൻസിന്റെ പാസ്വേഡ്, അഡ്മിനിസ്ട്രേറ്റർ പാസ്വേഡ് കിട്ടുകയെന്ന്. വിൻഡോസിനകത്തും മാക്കിലും ഇങ്ങനെ തന്നെയാ. ലിനക്സിൽ എനിക്ക് അറിയില്ല. അഡ്മിനിസ്ട്രേറ്റർ പാസ്വേഡ് എന്ന് വെച്ചാൽ മതി. ഓക്കെ, പാത്ത് കിട്ടി. ടെർമിനലിൽ ഓപ്പൺ ചെയ്താൽ മതിയോ? നോക്കട്ടെ, കോപ്പി ചെയ്ത പാസ്വേഡ് എടുത്തേ. എന്താ പറഞ്ഞ? ഒരു ടെർമിനലിൽ നിൽക്കി അടുത്തെടുക്കാൻ പറ്റുമോ? ഇത് കുഴപ്പമില്ല. ഇതിനകത്ത് തന്നെ എടുത്തു നോക്കിയേ. നമ്മൾ അടിച്ചു കൊടുക്കണം തോന്നുന്നു. നമുക്ക് പുതിയൊരു പാസ്വേഡ് ടൈപ്പ് ചെയ്ത് കൊടുക്കണം തോന്നുന്നു. അല്ല, ഇതിപ്പം നമ്മുടെ സെയിം പാസ്വേഡ് ആണോ? അതൊന്ന് അടിച്ചു കൊടുത്തേണ്. ഇല്ല, എടാ ഇതല്ല, ഇത് വേറെ സൊല്യൂഷൻ ഉണ്ടോ നോക്കിയ ChatGPT അടുത്ത്. ഓക്കെ, താഴെ ഒന്നേടാ, മെല്ലെ 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 വന്ന് ഇതെന്താ, റൺ ദിസ് കമാൻഡ്, ദിസ് വിൽ പ്രിന്റ് ദ പാസ്വേഡ് ഇൻ ദ ടെർമിനൽ, പേസ്റ്റ് ഇൻ ദ. പ്രിന്റ് ചെയ്തില്ലല്ലോ നമുക്ക് കമാൻഡ് ഇത് കൊടുത്തപ്പോ. പാസ്വേഡ് ഒന്നും പ്രിന്റ് ചെയ്ത് വന്നില്ലല്ലോ. ഇല്ല. ജസ്റ്റ് അതൊന്ന് നമ്മളത് പ്രിന്റ് ചെയ്തപ്പോ വന്ന് ഇതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കും. ChatGPT ഇടും. പ്രിന്റ് അതായത് കമാൻഡ് പ്രിന്റ് ചെയ്തില്ലടാ.
അല്ല ഇതെങ്ങനെ ഈ പാത്തിലോട്ട് എത്തിപ്പെട്ടാ മതിയായിരിക്കൂലേ? ഈ പാത്ത് കോപ്പി ചെയ്തിട്ട് ടെർമിനലിനകത്ത് ഇടാനാ പറയുന്നത്. ഒരു സെക്കൻഡ്, അപ്പൊ ഇതിലോട്ട് എങ്ങനെ എത്താൻ നോക്കിയാ പോരെ? പക്ഷെ അത് അങ്ങനെയല്ലടാ, അത് ഓപ്പൺ ചെയ്യുമ്പോൾ നമുക്ക് എന്താ ജസ്റ്റ് ഒരു നോട്ട് പാഡിനകത്ത് പുതിയൊരു പാസ്വേഡ് കിട്ടും. ആ പാസ്വേഡ് നമുക്ക് പിന്നെ ചേഞ്ച് ചെയ്യാൻ പറ്റും. ഓക്കെ, path cd/path to directory cd/varlib. ആ പാത്തേ ഒന്നും കൂടെ കമാൻഡ് പ്രോംപ്റ്റിൽ അടിച്ചേടാ, CMDയിൽ കോപ്പി ചെയ്യും. ഓക്കെ, ഈ സെയിം പാത്ത് കമാൻഡ് പ്രോംപ്റ്റിനകത്ത് ഒന്നും cd സ്പേസ് എന്ന് പറഞ്ഞിട്ടാണോ? അല്ല, ഒന്നും വേണ്ട, ജസ്റ്റ് ഇങ്ങനെ അടിച്ചാൽ മതി. CD സ്പേസ് അടിച്ച ഇതിപ്പോ വേറെ ഇതിനകത്താണ്. ഇനി എൻ്റർ ചെയ്ത് നോട്ട് SH ഡയറക്റ്റ് CD ഇല്ലാതെ അടിച്ചേടാ. അല്ല, ഓൾറെഡി ശ്രീജ്യോതി ഡൗൺലോഡ്സിലല്ലേ, അപ്പൊ ഇത് പറയണത് ഹോമിന്ന് പോകുന്നതല്ലേ, ബാക്ക് പോട്ടെ. അപ്പൊ നമ്മുടെ പുതിയൊരു ടെർമിനൽ എടുത്ത് ഡൗൺലോഡ്സിലല്ലാതെ ഇനി അവിടെ ഇത് പേസ്റ്റ് ചെയ്ത്, അല്ലടാ CD ഇല്ലാതെ പേസ്റ്റ് ചെയ്ത് ഇതൊന്ന് കോപ്പി ചെയ്തിടൂ. നമുക്ക് ഓൾറെഡി ഇത് കോപ്പി ചെയ്തിടാനാണല്ലോ, അല്ല ഇത് കോപ്പി ചെയ്ത് കഴിഞ്ഞാൽ പാസ്വേഡ് കിട്ടുന്നല്ലേ പറഞ്ഞേ. ഇങ്ങനെ ഇതൊന്ന് കോപ്പി ചെയ്ത് കൊടുത്താണ്. സ്ക്രോൾ ചെയ്തോളാം. പെർമിഷൻ, ചെക്ക് പെർമിഷൻ ഓപ്ഷൻസ്. ആരോണിന് അത് അടിച്ചപ്പോൾ പുതിയൊരു പേജ് വന്നില്ലേ? ജസ്റ്റ് ആ പാസ്വേഡ്, ആ കോപ്പി ചെയ്ത പാസ്വേഡ് എൻ്റർ ചെയ്തപ്പോൾ പുതിയൊരു ജെങ്കിൻസിന്റെ പേജ് വന്നില്ലേ? ഓക്കെ, അതിനകത്ത് പാസ്വേഡ് റീസെറ്റ് ഓപ്ഷൻ എങ്ങാനും കണ്ടോടാ? ഇല്ല, രണ്ട് ഓപ്ഷൻ. ആദ്യം ഇൻസ്റ്റാൾ സജസ്റ്റഡ് പ്ലഗിൻസ് ക്ലിക്ക് ചെയ്തേക്ക്. ഇൻസ്റ്റാൾ സജസ്റ്റഡ് പ്ലഗിൻസ്. അപ്പോൾ പാസ്വേഡ് അപ്ഡേറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ കാണും. ജസ്റ്റ് അതൊന്ന് അപ്ഡേറ്റ് ചെയ്ത് വെച്ചേക്ക്, അത്രയും മതി. ബാക്കി നമുക്ക് നാളെ നോക്കാം. ഓക്കെ, എന്റെ ഇൻസ്റ്റാൾ ആവുന്നേ ഉള്ളൂ. അത് കുറച്ച് ടൈം എടുക്കും. ഞാനേ ലിനക്സിൽ എങ്ങനെയാന്ന് ഞാനിത് സെർച്ച് ചെയ്ത് നോക്കട്ടെ. ഞാൻ ഇതുവരെ ചെയ്തിട്ടില്ല ലിനക്സിനകത്ത്. പാത്തൊക്കെ എങ്ങനെയാ കിട്ടുകയെന്ന് ഞാൻ ജസ്റ്റ് ഒന്ന് നോക്കട്ടെ. എന്നിട്ട് ഞാൻ നാളെ അടുത്ത ക്ലാസ്സിൽ നമുക്കത് ഒരുമിച്ച് നോക്കാം. ആരോട് ഒരു കാര്യം ചെയ്യുക, അത് ജസ്റ്റ് എന്ത് ചെയ്ത് കൊടുക്കുക, ഇൻസ്റ്റാൾ സജസ്റ്റഡ് പ്ലഗിൻസ് കൊടുക്കുക. ഒന്ന് ഷെയർ ചെയ്ത് അതും കൂടെ പറഞ്ഞു തന്നിട്ട്. ഓക്കെ, കുറച്ച് ടൈം എടുക്കും. ഇതാവട്ടെ. ഇല്ല, അത് കുഴപ്പമില്ല, അല്ലെ ഞാനത് നോക്കിക്കോളാം. ഞാനത് ഇനി നമുക്ക് ജസ്റ്റ് എന്ത് ചെയ്യാം, നമ്മുടെ പാസ്വേഡ് ഇപ്പോൾ പുതിയ കൺഫേം പാസ്വേഡും ന്യൂ പാസ്വേഡും അടിച്ചിട്ട് ജസ്റ്റ് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. അത്രേ ഉള്ളൂ. അത് ചെയ്യുമ്പോൾ നമ്മുടെ ജെങ്കിൻസിന്റെ പുതിയ ഒരു ഇന്റർഫേസ് നമുക്ക് കാണാൻ പറ്റും. പിന്നെ നമുക്ക് എപ്പൊക്കെ ജെങ്കിൻസ് ഓപ്പൺ ചെയ്യണോ അപ്പൊക്കെ ഇതുപോലെ കമാൻഡ് പ്രോംപ്റ്റിൽ ഈ കോഡ് അടിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ലോക്കൽ ഹോസ്റ്റിനകത്ത് ലോക്കൽ ഹോസ്റ്റ് നമ്മുടെ പോർട്ട് നമ്പർ പറഞ്ഞു കൊടുക്കണം. അങ്ങനെ വേണം. ഓക്കെ ഓക്കെ, അപ്പൊ ശരിടാ. ഓക്കെ, ശരി, താങ്ക് യു.